നീ ഭൗതികത്തിൽ ആണ്ട് പൂണ്ടൊരു മോഹിയോ, നരകത്തെ സൃഷ്ടിച്ചെന്ന ബോധ്യവുമില്ലയോ? കരയുന്നതാണ് നരകമിൽ ദുർമാർഗികൾ, ഒഴുകുന്നതാണ് തോടുപോൽ കണ്ണീരുകൾ. അതികഠിനമായൊരു ദാഹമാണവർക്കുള്ളത്, പതക്കുന്ന ചീഞ്ചലമാണതിൽ ലഭിക്കുന്നത്. ചൂടേറ്റ് മുഖമെല്ലാം ഉടൻ കരിയുന്നതാ, ഉള്ളിൽ കിടന്നാൽ കുടലുകൾ നുറുങ്ങുന്നതാ. 42 ഗനം മുഴം തൊലിക്കുള്ളതാ, അണപ്പല്ല് ജബലുഹുദോട് സാമ്യവും ഉള്ളതാ. ഇതിൽ ചെന്ന് വീഴാതാകണേ റഹ്മാനേ, അതിനായി ദുആ ചെയ്യുന്നു യാ ദയ്യാനേ. സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ, ഇവിടെന്തു ക്ലേശം സാരമില്ല നിന്നിലേ. മരണം നിനക്കില്ലാതതിൽ കഴിയുന്നതാ, മനസ്സെപ്പോഴും സന്തോഷമാൽ തിങ്ങുന്നതാ. അതിലുണ്ട് മുന്തിരിത്തോട്ടവും റുമ്മാനും, രസമുള്ളതാ കദളിപ്പഴം തിന്നാനും. കൊതിയുണ്ട് വല്ലാതെപ്പോഴും അതിനോട്, അതിലേക്ക് നീ ഒരു പാസുത മന്നാനേ. ആദരണീയരായ സത്യവിശ്വാസികളെ, ബഹുമാനരായ സഹോദരന്മാരെ, സഹോദരികളെ, പരിശുദ്ധ റമദാനിൽ നമ്മുടെ ഈമാൻ ഊഷ്മളമാകുന്നതിന് വേണ്ടിയും തഖ്വയിൽ അധിഷ്ഠിതമായ സമയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുന്നതിന് വേണ്ടിയും റമദാനിൽ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന റമദാൻ തസ്കിയത്ത് സംഗമങ്ങളിലാണ് നമ്മൾ അള്ളാഹുവിൻ്റെ അനപാരമായ അനുഗ്രഹത്താൽ ഈ സദസ്സിലും ഇതുപോലെയുള്ള പല സദസ്സുകളിലും സന്നിഹിതരായിട്ടുള്ളത്. ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ള ഈ റമദാൻ ക്ലാസ്സിൽ സത്യവിശ്വാസിയുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യം അത് സ്വർഗമാണ്. കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടലാണ്. അതുകൊണ്ട് തന്നെ സ്വർഗവും നരകവും എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ടുള്ള ഒരു ചെറിയ സംസാരമാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നിർവഹിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. വിഷയത്തെ വസ്തുനിഷ്ഠമായി പ്രതിപാദിക്കുവാനും അത് കേൾക്കുവാനും ഉൾക്കൊള്ളുവാനും അല്ലാഹു തആല നമുക്കൊക്കെയും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യവിശ്വാസികളായ നമ്മുടെ ജീവിതത്തിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം അത് എന്താണ് എന്ന് ചോദിച്ചാൽ നീട്ടിപ്പരത്തി പറയേണ്ട ആവശ്യമില്ല. സ്വർഗം കിട്ടണം, നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം. എന്നാൽ എന്താണ് സ്വർഗം, എന്താണ് നരകം? ഇത്
നാം കൃത്യമായി കേൾക്കാത്തത് കൊണ്ട് അല്ലെങ്കിൽ ഉൾക്കൊള്ളാത്തത് കൊണ്ട് നമ്മുടെയൊക്കെ മനസ്സിൽ ഒരുപാട് മോഹങ്ങളാണ്, അല്ലെങ്കിൽ ഒരുപാട് വിശാലമായ ചിന്തകളാണ്. എന്തായാലും അല്ലാഹു തആല എന്നെ അങ്ങനെ ആക്കൂല, എന്തായാലും റബ്ബിനെ നരകത്തിലൊന്നും ഇടൂല, ഞാൻ എങ്ങനായാലും ഇൻഷാ അല്ലാഹ് കഴിച്ചിലാവും. ഇങ്ങനെയുള്ള ഒരുപാട് ആശ്വാസ വചനങ്ങളും ലളിതമായ ചിന്തകളും. യഥാർത്ഥത്തിൽ അങ്ങനെ ലളിതമായ ചിന്തകളിലൂടെ ആശ്വാസം കണ്ടെത്തേണ്ട ഒന്നല്ല സ്വർഗപ്രവേശനം. അങ്ങനെ ലളിതമായ ചിന്തകളിലൂടെ നാം നിർവൃതി അടയേണ്ടതല്ല നരകം എന്ന് പറയുന്ന തീക്കുണ്ടാരം. അത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി ആദ്യമായി തന്നെ ഞാൻ ഒരു ഹദീസ് എന്നെയും നിങ്ങളെ കേൾപ്പിക്കുകയാണ്. عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم لما خلق الله الجنة والنار അല്ലാഹു സ്വർഗത്തെയും നരകത്തെയും സൃഷ്ടിച്ചു. അപ്പൊ സ്വർഗവും നരകവും മഹ്ശറിലെത്തി ഹിസാബൊക്കെ കഴിഞ്ഞ ശേഷം പിന്നീട് അല്ലാഹു തആല സൃഷ്ടിക്കുന്ന ഒന്നല്ല, മറിച്ചത് മുൻകൂട്ടി തന്നെ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട് എന്നത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് പഠിപ്പിക്കുന്ന അഖീദയിൽപ്പെട്ടതാണ്. അപ്പോൾ ആ സ്വർഗവും നരകവും അല്ലാഹു തആല സൃഷ്ടിച്ചു വെച്ചു. എന്നിട്ട് അല്ലാഹ് സൃഷ്ടിച്ച സ്വർഗം സന്ദർശിക്കുവാൻ ആദ്യമായി ഈ പ്രപഞ്ചത്തിലെ ഒരു സൃഷ്ടി പോവുകയാണ്. ആരാണത്? റഈസുൽ അംലാക് മലക് റൂഹുൽ ഖുദ്സ് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. അല്ലാഹു തആല പറയുന്നു, അർസല ജിബ്രീൽ അലൈഹിസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയെ അയക്കുകയാണ് ഇലൽ ജന്നത്തി, സ്വർഗത്തിലേക്ക്. ഫഖാല, എന്നിട്ട് അല്ലാഹു തആല ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറയുന്നു, ഉൻദുർ ഇലൈഹാ വഇലാ മാ അഅദ്തതുഹു ലിഅഹ്ലിഹാ ഫീഹാ, ഞാൻ സ്വർഗക്കാരായ എൻ്റെ അഹ്ലുകാർക്ക് വേണ്ടി സ്വർഗത്തിൽ സൃഷ്ടിച്ചു വെച്ചിട്ടുള്ള കനക കൗതുകമായ രംഗങ്ങളും കമനീയമായ സൗകര്യങ്ങളും നീ ഒന്ന് കണ്ട് തിരിച്ചു വരൂ ജിബ്രീലേ. ആദ്യമായി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം സ്വർഗം കാണാൻ പോവാണ്. അതിന് മുമ്പ് ആരും സ്വർഗം കണ്ടിട്ടില്ല. അങ്ങനെ ആ സ്വർഗത്തിന്റെ അടുത്തേക്ക് എത്തി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം സ്വർഗം നോക്കി അതിൽ അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ള ഉന്നതമായ സൗകര്യങ്ങളും അതിൻ്റെ ആ വർണ്ണരാജികളും കണ്ടുകൊണ്ട് കണ്ണു തള്ളിപ്പോയി. എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം തിരിച്ചു വന്നുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറയുകയാണ്, ഫഖാല വഇസ്സതിക, അല്ലാഹുവിന്റെ പദാമം തന്നെയാണ് സത്യം, ലാ യസ്മഉ ബിഹാ അഹദൻ ഇല്ലാ ദഖലഹാ, ഈ സ്വർഗമാണ് നീ നിന്റെ അടിമകൾക്ക് വേണ്ടി ഒരുക്കി വെച്ചതെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഈ സ്വർഗത്തെ കുറിച്ചുള്ള വർണ്ണന കേൾക്കുന്ന ഒരാൾ ആ സ്വർഗം ആഗ്രഹിക്കാതിരിക്കുകയില്ല. കാരണം അത്രമാത്രം സൗകര്യവും സുഖവുമാണ്, ഒരു മനുഷ്യന്റെ മനസ്സ് ആനന്ദിക്കുന്ന ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് നീ ഒരുക്കി വെച്ചിട്ടുള്ളത്. ഉടൻ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫഅമറ ബിഹാ, സ്വർഗത്തിനോട് കൽപ്പിച്ചു, ഫഹ്ഫത്ത് ബിൽ മകാരിയ, സ്വർഗമേ നീ മകാരികൾ കൊണ്ട് വനയം ചെയ്യണം. എന്താണ് മകാരി എന്ന് പറഞ്ഞാൽ? സ്വർഗത്തിലേക്ക് എത്തുന്ന വഴിയാണ്. സ്വർഗമാണ് ആദ്യം കണ്ടത്. പിന്നെ അള്ളാഹു സ്വർഗത്തിനോട് കൽപ്പിച്ചു, ഫഅമറ ബിഹാ, കൽപ്പന കൊടുത്തു. എന്ത്? ഫഹ്ഫത്ത് ബിൽ മകാരിയ, നീ അതിനെ മക്കാരികൾ കൊണ്ട് മൂടണം. അപ്പോ സ്വർഗത്തിന് മുകളിൽ അള്ളാഹു മക്കാരികൾ മൂടി. എന്നിട്ട് ഇത് ഹബിലൈഹാ, വീണ്ടും ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറഞ്ഞു, ഒന്നുകൂടെ നീ പോയി നോക്ക് ജിബ്രീലേ. അങ്ങനെ ഫൻദുർ ഇലാ വഇലാ മാ അഅദ്ദത് ലിഅഹ്ലിഹാ ഫീഹാ, ഇനി ഞാൻ ആ സ്വർഗത്തിന്റെ അഹ്ലുകാർക്ക് വേണ്ടി ഒരുക്കി വെച്ച സൗകര്യം കണ്ടിട്ട് നീ ഒന്ന് വന്ന് പറയേ ഒരഭിപ്രായം. ആദ്യത്തെ അഭിപ്രായം എന്താണ്? ഈ സ്വർഗത്തിനെ പറ്റി കേട്ടാൽ ഒരു മനുഷ്യനും അത് കൊതിക്കാതിരിക്കൂല, അത്ര വലിയ ആഗ്രഹമാണ്. എന്നാൽ അതിന് മുകളിൽ മക്കാരിഹ് മൂടി. ഇനി നീ ഒന്ന് പോയിട്ട് തിരിച്ചു വന്ന അഭിപ്രായം പറയും. അദ്ദേഹം സ്വർഗത്തിന്റെ മക്കാരികൾ കണ്ടു, സ്വർഗത്തിലേക്ക് എത്താനുള്ള വഴികൾ പരിശോധിച്ചു. എന്നിട്ട് അത് കണ്ടുകൊണ്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ലഖദ് ഖശീതു അല്ലാ യദ്ഖലഹാ അഹദുൻ, പടച്ചോനെ റബ്ബേ, ഞാൻ ഇപ്പൊ പറയാണ്
ഇതാണ് നീ ഒരുക്കി വെച്ച സ്വർഗത്തിന്റെ വഴിയെങ്കിൽ ഈ സ്വർഗത്തിലെത്തുന്ന ഒരു മനുഷ്യനെ നിന്റെ ഭാവനയിൽ എനിക്ക് കാണാൻ പറ്റണില്ല. എന്താ കാരണം? ഒരു മനുഷ്യന്റെ മനസ്സിന്, അവന്റെ ശരീരത്തിന് പ്രയാസമുള്ള കാര്യങ്ങൾ കൊണ്ടാണ്, അവന്റെ ദേഹേച്ഛയെ മുഴുവനും മറികടക്കേണ്ട കാര്യങ്ങൾ കൊണ്ടാണ് നീ സ്വർഗം മൂടി വെച്ചിട്ടുള്ളത്. ആ വഴി കണ്ടപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതാ, ഇതൊരു സിനിമാ നടനോ സീരിയൽ നടനോ ക്യാമറയ്ക്ക് മുമ്പിൽ നിന്ന് അഭിനയിക്കാൻ വേണ്ടി പറയുന്ന വാക്കല്ല ഇത്. സത്യസന്ധമായിട്ടാണ് ജിബ്രീൽ അലൈഹി സ്വലാം അത് പറഞ്ഞത്. അതാണ് സഹോദരങ്ങളെ സ്വർഗം എന്ന് പറയുന്നത്. ആശ്വാസവചനം കൊണ്ട് ഓട്ടയടക്കാൻ പറ്റൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹ്ശറിൽ വിചാരണ ചെയ്യുമ്പോ 1000 ആളുകളെ ഹിസാബ് ചെയ്യുന്ന സന്ദർഭത്തിൽ 999 നരകത്തിലേക്കാണ്. അതിൽ ഒരാൾ മാത്രമാണ് സ്വർഗത്തിലെത്തുന്നത്. അപ്പോ 99% നരകത്തിലേക്കുള്ളവരാണ്. 1% 100-ൽ സ്വർഗത്തിലെത്തുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുങ്ങൾ, നരകത്തിന്റെ ആധിക്യം എത്രയാണ്, സ്വർഗത്തിന്റെ പ്രവേശനം അത് എത്ര ന്യൂനപക്ഷമാണ്. അശ്റത്തുൽ മുബശ്ശിരീൻ, സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട 10 ആളുകൾ, ആ ആളുകളുടെ ലിസ്റ്റ് എണ്ണിയ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എണ്ണിയിട്ടുള്ള ഒരാളാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഫിൽ ജന്ന. അബ്ദുറഹ്മാൻ സ്വർഗത്തിലാണ്. ആ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു മഹ്ശറിൽ സ്വർഗത്തിൽ പോകുന്നതിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മസാക്കിനുകൾ, അഹ്ലുസുഫക്കാർ, പരമദരിദ്രരായ ആളുകൾ സ്വർഗത്തിൽ പ്രവേശിച്ചതിന്റെ ശേഷം 40 കൊല്ലം കഴിഞ്ഞിട്ടാണ് അബ്ദുറഹ്മാൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നത്. അത് തന്നെ നീങ്ങിക്കൊണ്ട് സ്വർഗത്തിലെത്തുന്നു. സ്വർഗാവകാശി എന്ന് പറഞ്ഞ അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു 40 കൊല്ലമാണ് മസാക്കിനുകൾ പ്രവേശിച്ചതിന് ശേഷം സ്വർഗത്തിൽ പോണത്. എന്താ കാരണം? അല്ലാഹു തആല കൊടുത്ത സമ്പത്തിന്റെ ഹിസാബുകൾ കണക്ക് കൂട്ടലാണ്. അപ്പൊ കുറെ വീട് വേണം, പറമ്പ് വേണം, ദുനിയാവ് വേണം, ഇനിയും എനിക്ക് മതിയായിട്ടില്ല എന്നാഗ്രഹിക്കുന്ന മനുഷ്യന്റെ അത്യാഗ്രഹം, മനുഷ്യന്റെ ധ്വര, ദുനിയാവിനോടുള്ള അവന്റെ താല്പര്യം, അത് മുഅ്മിനീങ്ങളെ അധികരിക്കുന്നത് നല്ലതല്ല. സ്വർഗം കൊണ്ട് അല്ലാഹു തആലയുടെ റസൂൽ വാഗ്ദാനം ചെയ്ത സഹാബി പോലും, പാവപ്പെട്ടവർ സ്വർഗത്തിലെത്തിയിട്ട് 40 കൊല്ലം കഴിഞ്ഞിട്ടാണ് പിന്നീട് എത്തുന്നതെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അതിന്റെ അവസ്ഥ? അപ്പൊ ഇന്നത്തെ സാമ്പത്തിക ശേഷിയും ക്ഷേമിശയുമുള്ള പണക്കാരായ ആളുകൾ എന്തായിരിക്കും നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ ഹിസാബ് വിധേയമാകുമ്പോൾ എന്തായിരിക്കുമെന്ന് ചിന്തിക്കുക. ഇനി നമ്മുടെ വിഷയം 2ാമത്തെ നരകമാണ്. ഈ ഹദീസിൽ തന്നെ കാണാം, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നരകത്തെ സൃഷ്ടിച്ചിട്ടുണ്ട്. എന്നിട്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറഞ്ഞു, ഫഖാല ഇദ്ഹബ് ഫൻദുർ ഇലൻ നാർ വഇലാ മാ അഅദ്ദത ലിഅഹ്ലിഹാ ഫീഹാ. ജിബ്രീലേ, നീ സ്വർഗം കണ്ടിട്ടാണല്ലോ ഈ അന്തം മുട്ടി വർത്താനൊക്കെ പറഞ്ഞത്. ഇനി നീ നരകത്തിലേക്കൊന്ന് പോയിട്ട് നരകത്തിൽ ഞാൻ എൻ്റെ അടിമകൾക്ക് ഒരുക്കി വെച്ച ശിക്ഷകളും അതിന്റെ സാമഗ്രികളും അതിന്റെ സംവിധാനങ്ങളും കണ്ടിട്ട് നീ ഒന്ന് തിരിച്ചു വന്നിട്ട് ഒന്ന് മറുപടി അഭിപ്രായം പറയും. അങ്ങനെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ആ നരകത്തിന്റെ ഭയാനകതകൾ കണ്ടു. അവിടെ അള്ളാഹ് ഒരുക്കി വെച്ചിട്ടുള്ള അതിന്റെ ശിക്ഷാ സാമഗ്രികൾ കണ്ടു. അവിടെ അല്ലാഹു തആല ശിക്ഷിക്കുന്ന വൈവിധ്യമായ രീതികൾ മുഴുവനും അള്ളാഹ് കാണിച്ചു കൊടുത്തു. അദ്ദേഹം തിരിച്ചു വന്നുകൊണ്ട് പറഞ്ഞു, അല്ലാഹ് നിന്റെ പ്രതാപം തന്നെയാണ് സത്യം. ലാ യദ്ഖുലഹാ അഹദൻ ഫഅമറ ബിഹാ ലാ യദ്ഖുലഹാ അഹദൻ. അദ്ദേഹം പറഞ്ഞു, റബ്ബേ, ഈ നരകമാണ് നീ നിന്റെ മനുഷ്യർക്ക് വേണ്ടി നീ ഒരുക്കി വെച്ചതെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഈ നരകത്തെ കുറിച്ച് കേൾക്കുന്ന ഒരാളും അതിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുകയില്ല. കാരണം അത്രമാത്രം കഠിനകഠോരമായ ശിക്ഷകളും വേദനകളുമാണ് നീ ആ നരകത്തിൽ ഒരുക്കി വെച്ചിട്ടുള്ളത്. അതെങ്ങാനും ഒരാൾ കേൾക്കുകയാണെങ്കിൽ, അതൊരാൾക്ക് കാണാൻ അവസരമുണ്ടാവുകയാണെങ്കിൽ അയാൾ ഒരിക്കലും പറയും, ഇതെനിക്ക് വേണ്ട. അത്രമാത്രം കഠിനകഠോരമാണ് റബ്ബേ. ഇതാണ് ജിബ്രീൽ അലൈഹിസ്സലാം 2ാമത് നരകം കണ്ടപ്പോൾ ആദ്യത്തെ അഭിപ്രായം. നമ്മുടെ ഹൃദയത്തിൽ ബേജാറ് പോകണം, നമ്മുടെ കൺതടകൾ നനയണം, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നാവിൻ തുമ്പുകളിലേക്ക് പ്രാർത്ഥനകൾ ഉയരണം. ഞാൻ ആമുഖത്തിൽ ഓതി വെച്ച ആ പ്രാർത്ഥന, റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നമ
ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സഅത്ത് മുസ്തഖറൻ മുഖാമാ. അല്ലാഹുവേ, നീ ഒരുത്തനെ നരകത്തിലേക്ക് തള്ളിവിട്ട് കഴിഞ്ഞാൽ അവനെ നീ അപമാനിച്ചു കളഞ്ഞു. അവനോളം വലിയ അപമാനം പിന്നെ ഒന്നുമില്ല. അതുകൊണ്ട് എന്റെ മുഖത്ത് നീ കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്ന് തിരിച്ചുവിടണേ അല്ലാഹ് എന്ന് ദുആ ചെയ്യൽ വിശ്വാസിയുടെ ബാധ്യതയിൽപ്പെട്ടതാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കണ്ട് ബേജാറായി പറഞ്ഞ വാക്കതാണ്. എന്നാൽ ഫഅമറ ബിഹാ, സ്വർഗത്തിനോട് അല്ലാഹ് കൽപ്പിച്ചതുപോലെ നരകത്തിനോടും അല്ലാഹു തആല കൽപ്പിച്ചു. ഫഹ്ഫത്ത് ബിശ്ശഹവാത്ത്, സ്വർഗത്തിന് മുകളിൽ മൂടാൻ പറഞ്ഞത് ഫഹ്ഫത്ത് ബിൽ മകാരിയാണ്, മനുഷ്യന് പ്രതിസന്ധിയും പ്രയാസവുമുള്ള കാര്യങ്ങളാണ്. എന്നാൽ നരകത്തിന് മുകളിൽ രണ്ടാമത് അല്ലാഹു കൽപ്പിച്ചപ്പോൾ മൂടിയത് ഫഹ്ഫത്ത് ബിശ്ശഹവാത്ത്, മനുഷ്യന്റെ ദേഹേച്ഛകൾക്ക്, മനുഷ്യന്റെ മനസ്സിന് താല്പര്യമുള്ള ആനന്ദമുള്ള ഈ ആമ്പാറ്റകൾ ഒരു വിളക്ക് കത്തിച്ചു വെച്ചാൽ ആ വിളക്കിലേക്ക്, ആ മെഴുകുതിരിയിലേക്ക്, ആ ട്യൂബ് ലൈറ്റിലേക്ക് ഈ ആമ്പാറ്റകൾ വന്ന് വീഴുന്നത് പോലെ കത്തിച്ചലിക്കുന്ന നരകത്തിലേക്ക് ഇരുമ്പും കാന്തവും പോലെ മനുഷ്യൻ പോയി വീഴും. കാരണം എന്താ? അതിന്റെ മുകളിൽ അല്ലാഹു പാകിയിട്ടുള്ളത് ഷഹവാത്തുകളാണ്. زين للناس حب الشهوات من النساء والبنين والقناطير المقنطرة من الذهب والفضة والخيل المصومة والأنعام والحرث. അല്ലാഹു തആല മനുഷ്യന്റെ ഈ പഞ്ചേന്ദ്രിയങ്ങൾക്ക് മുഴുവനും ആനന്ദകരമായ കാര്യങ്ങളെ കുറിച്ച് അല്ലാഹു തആല എന്നെ അങ്ങോട്ട് പറഞ്ഞു. എന്നിട്ട് പറയുന്നു, ദാലിക മതാഉൽ ഹയാത്തുദ് ദുനിയ, ഇത് മുഴുവനും മനുഷ്യരെ നിങ്ങൾ വഞ്ചിക്കുന്ന ചരക്ക് മാത്രമാണ്, ദുനിയാവിലെ നശിച്ചു പോകുന്ന മതാഅകൾ മാത്രമാണ്. വല്ലാഹു ഇൻദഹു ഹുസ്നുൽ മആബ്, അല്ലാഹുവിന്റെ സന്നിധിയിലാണ് ഏറ്റവും നല്ല സൽക്കാരം സംവിധാനം അത് ഒരുക്കി വെച്ചിട്ടുള്ളത്. അപ്പൊ ഈ നശിച്ചു പോകുന്ന ദുനിയാവിന്റെ താൽക്കാലിക സുഖസൗകര്യങ്ങളാണ് യഥാർത്ഥത്തിൽ അല്ലാഹു നരകത്തിന് മുകളിൽ പാകിയിട്ടുള്ള ഷഹവാത്തുകൾ. അതിനെക്കുറിച്ച് ഖുർആൻ പറഞ്ഞത് ദാലിക മതാഉൽ ഹയാത്തുദ് ദുനിയ, അത് നിങ്ങളെ വഞ്ചിച്ചു കളയുന്ന വിഭവം മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ ആനപ്പന്തി എന്ന് പറയുന്ന ആനയെ തള്ളിയിടുന്ന വാരിക്കുഴി കേട്ടിട്ടില്ലേ നിങ്ങൾ? മുത്തങ്ങയിലൊക്കെ വാരിക്കുഴി ഒരുക്കിയിട്ടാണ് കാട്ടാനകളെ പിടിച്ച് നാട്ടാനയാക്കുക. എന്താണ് ഇത് ചെയ്യുക? ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഉദാഹരണം പറയാം. അതായത് വലിയ കുഴി കുത്തിയിട്ട് അതിന്റെ മുകളിൽ കുറച്ച് മരക്കമ്പുകൾ വെക്കും. അതിന്റെ മുകളിൽ ആ കാടിന്റെ ആ നിൽക്കുന്ന ആ പ്രദേശത്തിന്റെ അതേ നിറമുള്ള അതേ ഇലകൾ തന്നെ പാകും. അങ്ങനെ ആന അതിലൂടെ പോകുമ്പോൾ ആ ചെതിക്കുഴി അറിയാതെ അതിലേക്ക് വീഴും. ഇതുപോലെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിന്റെ മുകളിൽ പാകിയിട്ടുള്ള ചതിക്കുഴികൾ, ഷഹവാത്ത്, താല്പര്യങ്ങൾ. ഇതിന്റെ പിന്നാലെ ഓടിക്കിതച്ച് തിന്നും കുടിച്ചും രസിച്ചും രമിച്ചും ഉല്ലസിച്ചും ആനന്ദിച്ചും ആഹ്ലാദിച്ചും അല്ലാഹു തന്ന ഈ കൗമാരവും ബാല്യവും യൗവനവും വാർദ്ധക്യവും നശിപ്പിക്കുന്ന ഒരു വലിയ സമൂഹമായി ഇന്ന് ഉമ്മത്ത് മുസ്ലിം മാറിയിട്ടുണ്ട്. ആ കുത്തിയൊഴുക്കിൽ ഞാനും എന്റെ ഭാര്യയും എന്റെ മക്കളും എന്റെ കുടുംബവും, നിങ്ങളും നിങ്ങളുടെ ഭാര്യയും നിങ്ങളുടെ മക്കളും നിങ്ങളുടെ കുടുംബവും ഒഴുകിയാൽ വമാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്, രണ്ടാം അധ്യായം സൂറത്തുൽ ബഖറ 200-ാമത്തെ ആയത്ത്. വമാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്, ആഖിറത്തിൽ അവർക്ക് ഒരു ഓഹരിയും അല്ലാഹു ഉണ്ടാക്കി കൊടുക്കൂല. മാത്രമല്ല അവരുടെ സങ്കേതം എവിടെയാകും? മൻ കാന യുരീദുൽ ആജിലത അജ്ജൽനാ ലഹു ഫീഹാ മാ നശാഉ ലിമൻ യുരീദ് സുമ്മ ജഅൽനാ ലഹു ജഹന്നമ യസ്ലാഹാ മദ്മൂമൻ മദ്ഹൂറാ. അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ് സൂറത്തുൽ ഇസ്രാ, മൻ കാന യുരീദുൽ ആജിലത അജ്ജൽനാ ലഹു ഫീഹാ മാ നശാഉ ലിമൻ യുരീദ്, പെട്ടെന്ന് തീർന്നു പോകുന്ന ഈ ക്ഷണികമായ ദുനിയാവിന്റെ സുഖങ്ങളെയാണോ മനുഷ്യരെ നിങ്ങൾ കൊതിക്കുന്നത് എങ്കിൽ അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് ഉദ്ദേശിക്കുന്ന രൂപത്തിൽ അതെടുത്ത് അയച്ചു തരും. ചിലർക്ക് വയറ് നിറച്ചാണ് കൊടുക്കും, ചിലർക്ക് അത്യാവശ്യത്തിന് കൊടുക്കും, എല്ലാവർക്കും അല്ലാഹു ദുനിയാവ് ആഗ്രഹിക്കും കൊടുക്കും. പക്ഷേ ആ ദുനിയാവിന്റെ മാധുര്യം നുണഞ്ഞുകൊണ്ട് സുമ്മ ജഅൽനാ ലഹു ജഹന്നമ യസ്ലാഹാ മദ്മൂമൻ മദ്ഹൂറാ, അതാണ്ട് ആസ്വദിച്ച് ഒരു 60 കൊല്ലം 65 കൊല്ലം 70 കൊല്ലം കഴിഞ്ഞു, മുകളിലേക്ക് വലിച്ച ശ്വാസം താഴേക്ക് വിടാൻ കഴിയാതെ
ഒന്ന് ഹൃദയസ്തംഭനം ഉണ്ടായാൽ ഈ മിഹ്റാബിലേക്ക് ഞാനവിടെ പോകും. അത്രേ ഉള്ളൂ നമ്മുടെ ആയുസ്. അല്ലാഹു തആല പറയാണത് കഴിഞ്ഞിങ്ങോട്ട് വന്നാൽ വയറ് നിറച്ച് ദുനിയാവ് തിന്നവന് കൊടുക്കാനുള്ളത് ഇസ്ലാഹ മദ്മൂമൻ മദ്ഹൂറ, നിന്ദ്യമായ നരകാഗ്നിയെ കൊണ്ടുള്ള ശിക്ഷാ സാമഗ്രികളാണ്. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, രക്ഷിതാക്കളെ, നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനപരമായ ലക്ഷ്യം 3-ാം അധ്യായം സൂറത്ത് ആല ഇമ്രാൻ 185-ാമത്തെ ആയത്തിൽ അല്ലാഹ് അടിവരയിട്ടുകൊണ്ട് പറഞ്ഞു, فمن زحزح عن النار وأدخل الجنة فقد فاز. കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിൽ നിന്ന് ശരീരത്തെ രക്ഷപ്പെടുത്തി സ്വർഗത്തെ പ്രവേശിപ്പിക്കുന്നവനാരോ അവനാണ് വിജയിച്ചവൻ. നമ്മൾ ഇന്ന് വിജയത്തിന്റെ മാനദണ്ഡമായി അളവുകോലായി നമ്മൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ആൾക്കാരല്ല കേട്ടോ. അൽഹംദുലില്ലാഹ് നമ്മളത്തരത്തിലുള്ള വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരാണ്. പക്ഷെ ദുനിയാവിനെ മാത്രം ആഗ്രഹിക്കുന്ന, ദുനിയാവിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വീടും നല്ലൊരു വണ്ടിയും വിഭവസമൃദ്ധമായ ഭക്ഷണവും ആർഭാടതുല്യമായ വസ്ത്രവിഭവങ്ങളും ഹൈവേയിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബിൽഡിങ്ങും അവിടെ ഇവിടെ ഏക്കർ കണക്കിന് ഭൂമിയും ഒക്കെ ഉള്ള ഒരാളെ പറ്റി ചില പോയത്തക്കാർ പറയും, എന്ത് ആ ചെങ്ങായി വിജയിച്ചു കഴിച്ചിലായവനാണ് അല്ലേ? നമ്മൾ അങ്ങനത്തെ പോയത്തക്കാരാണോ? ആണോ? ആണോ അല്ലേ? അല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്നാൽ യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള ദുനിയാവ് കുറെ ഉള്ള ആളുകൾ ഒക്കെ ദുനിയാപ്രേമികളാണോ? അല്ല. പണമുള്ളവർ, നല്ല വീടുള്ളവർ, വാഹനമുള്ളവർ, സൗകര്യമുള്ളവർ, നല്ല ഭക്ഷണം കഴിക്കുന്നവർ ഒരൊക്കെ ദുനിയാപ്രേമികളാണ്. അങ്ങനൊന്നുമല്ല. അള്ളാഹു തന്ന നിഅമത്തിനെ കുറിച്ച് ചിന്തിക്കുകയും നാളെ അത് അള്ളാഹുവിന്റെ കോടതിയിൽ ചോദ്യം ചെയ്യുകയും ചെയ്യുമെന്ന വിശ്വാസത്തോടു കൂടി ജീവിതത്തെ സക്രിയമാക്കുന്ന സുഹൃതവാന്മാരായ ആളുകൾ ഉണ്ടാവും പൈസക്കാരെ കൂട്ടത്തിൽ. ഓല ലിസ്റ്റിൽ പെടുത്താൻ പാടില്ല. അതുകൊണ്ട് നരകവും സ്വർഗവും നിസാരമായ രൂപത്തിൽ ചിന്തിച്ച് ഓട്ടയടക്കാനുള്ളതല്ല. കാരണം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കണ്ട കാഴ്ച ഇതാണ്. രണ്ടാമത് അള്ളാഹു മക്കാരികൾ കൊണ്ട്, ത്യാഗങ്ങൾ ഷഹവാത്തുകൾ കൊണ്ട് പൂടിയ നരകത്തെ കണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം തിരിച്ചു വന്നിട്ട് ഒരഭിപ്രായം കൂടി പറയുന്നുണ്ട്. അപ്പോഴാണ് ഹദീസ് പൂർത്തിയാകുക. ആ അഭിപ്രായം എന്താണ്? അദ്ദേഹം പറഞ്ഞു, ലഖദ് ഖശീതു അല്ലാ യൻജു മിൻഹാ അഹദുൻ ഇല്ലാ ദഖലഹാ. പ്രതാപശാലിയായ റബ്ബേ, ഈ നരകമാണ് നീ ഒരുക്കി വെച്ചതെങ്കിൽ ഈ നരകക്കുടിയിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒരുത്തനെയും എനിക്ക് എന്റെ ഭാവനയിൽ കാണാൻ കഴിയുന്നില്ല. കാരണം ആ നരകത്തിന്റെ ആഴിയെ കുറിച്ച്, അതിന്റെ ഘാതത്തെ കുറിച്ച്, അതിന്റെ അപകടത്തെ കുറിച്ച് ചിന്തിക്കാൻ കഴിയാത്ത ആളുകളാണ് ഈ നരകത്തിന്റെ സുഖങ്ങൾ, അതിന് മുകളിൽ പാകിയ സുഖങ്ങളിലൂടെ പോയി അതിലേക്ക് വീഴുക. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ കിതാബിൽ നരകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും ഖബറിനെ കുറിച്ചും പരലോകത്തെക്കുറിച്ചും ഒക്കെ മരണം കൃത്യമായി മനസ്സിലാക്കുന്ന ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ ക്ലാസ്സിൽ നിന്ന് ഇന്ന് നാം പിരിയുമ്പോൾ നമുക്ക് കിട്ടേണ്ട ഏറ്റവും വലിയൊരു സന്ദേശം ഇതാണ്. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി ദുനിയാവിന്റെ നൈമിഷികതയെക്കുറിച്ചും ആഖിറത്തിന്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ചും വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞ ഒരു കൊച്ചു അറബിക്കഥ. ഒരു മരുഭൂമിയിലൂടെ ഒരാള് നടക്കുകയാണ്, ലക്ഷ്യം തെറ്റിപ്പോയി, അളങ്ങനെ നടക്കുകയാണ്. അങ്ങനെ ആ നടന്ന മനുഷ്യന്റെ കയ്യിൽ ഒരു തോൽ സഞ്ചിയിൽ കുറച്ച് വെള്ളമുണ്ട്. ദാഹിക്കുമ്പോൾ അദ്ദേഹം ആ വെള്ളം കുടിക്കും. ജീവൻ നിലനിർത്താൻ ആ തോൽ സഞ്ചിയിലെ വെള്ളം മാത്രമേ ഉള്ളൂ. ആ വെള്ളം കഴിഞ്ഞാൽ പിന്നീട് അദ്ദേഹത്തിന് ജീവൻ പോലും നിലനിർത്താൻ വേറെ ഒരു സാധനവുമില്ല. ഇങ്ങനത്തെ ഒരു മനുഷ്യന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. ഇയാള് ഈ തോൽ സഞ്ചിയുമായി വെള്ളവുമായി മരുഭൂമിയിലൂടെ നടക്കുമ്പോ ദിവസങ്ങളോളമായി പട്ടിണി കിടന്നിട്ട് ഒരു ഇര കിട്ടാത്ത ഒരു സിംഹം മുന്നിലൊരു ഇര കണ്ട സന്തോഷത്തിൽ ആ മനുഷ്യന്റെ പിന്നാലെ ഓടി. എന്തായിരിക്കും സ്ഥിതി? ഇയാൾ നിൽക്കുന്ന അവസ്ഥ എന്താ? പിന്നെ പിന്നാലെ ഒരു സിംഹം കൂടി വരികയാണെങ്കിൽ എന്താ സ്ഥിതി? ജീവനും കൊണ്ട് ഇയാൾ മരുഭൂമിയിൽ ഓടി. മരുഭൂമിയിൽ ഓടിയാലേ നമ്മൾ സ്വപ്നത്തിൽ ഓടിയ ഭാര്യയെ കയറും. സ്വപ്നത്തിൽ ഓടി നോക്കി നിങ്ങൾ. സ്വപ്നത്തിൽ ഓടിക്കഴിഞ്ഞാൽ നമുക്ക് കാലുകൾ പറിച്ചാൽ കിട്ടൂല അല്ലേ? അങ്ങനത്തെ ഒരു ബേജാറൊക്കെ നമ്മളെ കുട്ടിക്കാലത്ത് നമ്മൾ സ്വപ്നം കാണുമ്പോണ്ടാവില്ലേ? ഇയാൾ മരുഭൂമിയിൽ കൂടെ കാല് പറിച്ച് ഓടുകയാണ്. സിംഹം വായ പിളർത്തി പിന്നാലെ വരികയാണ്. അവസാനം അയാൾ മുന്നിൽ കണ്ട ഒരു കുഴി, ഒരു ചെറിയ വൃക്ഷം, ആ വൃക്ഷത്തിന് താഴത്തെ ഒരു കുഴി കാണുന്നുണ്ട്. ഇയാൾ എന്ത് ചെയ്ത് ആ കുഴിയിലേക്ക് കണ്ണും മൂക്കും നോക്കാതെ ഒറ്റയെടുത്ത് ചാട്ടം. ഈ അഗാധമായ കുഴിയിലേക്ക് അയാള് വീഴുന്ന വീഴ്ചയിൽ
അയാളുടെ കൈപ്പിടിയിൽ ഒരു വള്ളി തടഞ്ഞു, ഒരു മരവള്ളി. അയാൾ ആ മരത്തിന്റെ വള്ളിയിൽ മുറിക്കേണ്ട പിടിച്ചു, ആശ്വാസമായി. അങ്ങനെ അയാൾ മുകളിലേക്ക് നോക്കുമ്പോ അദ്ദേഹത്തെ കടിച്ചു കീറാൻ വേണ്ടി കാത്തിരിക്കുന്നു ആര്? സിംഹം. എന്നാൽ അയാള് പിടിച്ചിരിക്കുന്ന ആ വള്ളി ഉണ്ടല്ലോ, ആ വള്ളി പിടിച്ചുകൊണ്ട് അയാൾ താഴേക്ക് നോക്കിയപ്പോഴോ ആ കുഴിയുടെ അഗാധതയിൽ നല്ല കാളസർപ്പങ്ങൾ ഇങ്ങനെ പത്തി വിടർത്തി കാത്തിരിക്കുകയാണ്. കാളസർപ്പങ്ങൾ പത്തി വിടർത്തി കാത്തിരിക്കുന്നു. അങ്ങനെ ആ പത്തി വിടർത്തി കാത്തിരിക്കുന്ന മനുഷ്യൻ താഴേക്ക് നോക്കിയിട്ട് ആലോചിക്കുകയാണ്, ഈ പിടുത്തം വിട്ട് ഞാൻ താഴത്തേക്ക് വന്ന സ്ഥിതി ഇതാണല്ലോ. ഇയാളൊരു പ്രതിസന്ധി എന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. ജീവനം കൊണ്ട് അയാൾ ഓടി സിംഹത്തിന്റെ വായിൽ നിന്ന്. സിംഹം അവിടെ കരക്ക് കാത്തിരിക്കുകയാണ്. പിടിച്ച വള്ളി ആ വള്ളിയുടെ താഴെയുള്ള കുഴിയിലാണെങ്കിൽ അഗാധമായ ശിക്ഷകൾ വേറെ കാത്തിരിക്കുകയാണ്. ഈ മനുഷ്യനെ വള്ളിയിൽ ഇങ്ങനെ പിടിച്ചിരിക്കുമ്പോൾ വള്ളിയുടെ അഗ്രഭാഗത്ത് ഒരു കറ എന്നുള്ള ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങി. ഇമാം ഗസാലി പറയാണ്, അപ്പൊ അയാൾ ആ വള്ളിയുടെ അറ്റം ഇങ്ങനെ നോക്കുമ്പോ കുറച്ച് കറുത്ത എലികളും വെളുത്ത എലികളും അയാൾ പിടിച്ച വള്ളി അങ്ങനെ കാർന്ന് തിന്ന്. ഏത് നിമിഷവും വള്ളി പൊട്ടും. ഈ പ്രതിസന്ധിയിൽ, ഇങ്ങനെയുള്ള പ്രതിസന്ധിയിൽ അയാളുടെ വായിലേക്ക് ആ മരത്തിൽ നിന്ന് ഒരു തേനീച്ചയുടെ കൂടെ ഇളകിയിട്ട് ആ പലകയിൽ നിന്ന് ഒരു തേൻ ഇങ്ങനെ വായിലേക്ക് കുറ്റി, മുഖത്തേക്ക് കുറ്റി നാവിൻ തുമ്പിൽ വന്ന് അയാൾ നുണഞ്ഞു നോക്കുമ്പോ നല്ല മധുരമുണ്ട്. എന്തൊരു മധുരമുള്ള തേന്. ആ മധുരം നുണഞ്ഞപ്പോ ഇയാള് ആലോചിക്കുകയാണെന്ത്, ഒരു തുള്ളി കൂടി കിട്ടിയെങ്കിൽ. അങ്ങനെ രണ്ടാമത്തെ തുള്ളി ഉറ്റി അയാൾ ആ മധുരം ഒന്നും കൂടി നുണഞ്ഞപ്പോഴേക്ക് മുമ്പിൽ വായ പുറത്തി നിൽക്കുന്ന സിംഹത്തെ അയാൾ മറന്നു. താഴെ നിൽക്കുന്ന അഗാധമായ കാളസർപ്പത്തെയും മറന്നു. ഏത് നിമിഷവും കാർന്നുകൊണ്ടിരിക്കുന്ന ഈ വള്ളി, എലി കാർന്നുകൊണ്ടിരിക്കുന്ന വള്ളി പൊട്ടിയാൽ ഞാൻ എന്താകുമെന്ന ചിന്തയും മറന്നു. ഈ മൂന്ന് അപകടം അയാൾ മറന്നു. ഇയാൾ പിന്നെ മനസ്സിൽ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു, ആ പലക ഒന്നായിട്ട് വീണെങ്കിൽ ആ തേന് മൊത്തം എനിക്ക് കുടിക്കായിരുന്നല്ലോ. ഇതാണ് പോയത്തക്കാരൻ ഞാൻ പറഞ്ഞത്. കാരണം അടുത്തൊരു വള്ളിയിലേക്ക് കൈപ്പടങ്ങൾ മാറ്റിപ്പിടിച്ച് രക്ഷപ്പെടാനുള്ള പഴുതാലോചിക്കേണ്ട മനുഷ്യൻ ഈ 2 തുള്ളി തേനിന്റെ മധുരത്തിൽ ലയിച്ചു പോയി ഈ അപകടം മറന്നെങ്കിൽ. ഇമാം ഗസാലി ഉദാഹരണം പറഞ്ഞത് ആരെ പറ്റിയാലോ? നമ്മളാകുന്ന പോയത്തക്കാരെ പറ്റിയാണ്. യഥാർത്ഥത്തിൽ മരണം എന്ന് പറയുന്ന പ്രതിസന്ധി നമ്മുടെ മുമ്പിലുണ്ട്. മരണത്തിന്റെ കയ്യത്തിൽ നിന്ന്, ഈ പിടുത്തത്തിൽ നിന്ന് ആർക്കെങ്കിലും രക്ഷപ്പെടാൻ പറ്റും? ഇല്ല. അത് കഴിഞ്ഞാൽ നമുക്ക് ചെല്ലാനുള്ളത് എവിടെയാണ്? അഗാധമേറിയ ബർസഖി ലോകമാണ്. അത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് എത്താനുള്ളത് മഹ്ശറയാണ്. അവിടെ സ്വർഗമുണ്ട്, നരകമുണ്ട്. അപ്പൊ ഈ പ്രതിസന്ധിയിൽ നിന്ന്, ഈ കടമ്പകൾ താണ്ടുന്ന നമ്മൾ അവിടെ രക്ഷപ്പെടാൻ ആവശ്യമായത് നമ്മുടെ കൈകളിൽ ഉണ്ടാക്കണം. അതിന് പകരം ഈ മരവള്ളിയിൽ കുടുങ്ങിയ മനുഷ്യൻ 2 തുള്ളി തേനിന്റെ മധുരത്തിൽ മറന്ന പോലെ ദുനിയാവാകുന്ന 2 തുള്ളി തേൻ, അതാണ് ഇമാം ഗസാലി ഉദാഹരിച്ചത്. ആ 2 തുള്ളി തേൻ ഈ നശിച്ചു പോകുന്ന ദുനിയാവാണ്. അങ്ങനെ ആ 2 തുള്ളി തേനിന്റെ പിന്നാലെ, ഈ ദുനിയാവിന്റെ പിന്നാലെ നമ്മൾ ഓടിയാൽ നമ്മുടെ ആഖിറത്ത് നമുക്ക് പരാജയമായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് സമുദ്രത്തിലേക്ക്, കടലിലേക്ക്. എന്നിട്ട് അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരലിങ്ങനെ സമുദ്രത്തിൽ മുക്കി. എന്നിട്ട് അവിടെ നിന്ന് പുറത്തെടുത്തിട്ട് പറഞ്ഞു, എന്റെ കൈത്തുമ്പിൽ ഈ കടൽ വെള്ളത്തിൽ നിന്ന് എത്ര തുള്ളി ഉണ്ട് എന്ന് ചോദിച്ചു. സഹാബത്ത് പറഞ്ഞു, നുഖ്ബത്തൻ ഔ നുഖ്ബത്താനി, 1 തുള്ളി ഉണ്ടാവും, അല്ലെങ്കിൽ 2 തുള്ളി ഉണ്ടാവും, അത്രല്ലേ ഉണ്ടാവുള്ളൂ. നമ്മൾ ആ വിശാലമായ സമുദ്രത്തിൽ വിരൽ മുക്കിയിട്ട് ടൂർ പോയി ഇങ്ങനെ കടലെ ഐസ്ക്രീമും കല്ലുമ്മക്കായൊക്കെ തിന്നിങ്ങനെ നടക്കുമ്പോ നമ്മൾ എന്ത് ചെയ്യുക? ഒരു ഉപകാരമുള്ള പണിയെടുക്കുക. മക്കളൊക്കെ വിളിച്ചു വരുത്തുക, കുട്ടികളെ അങ്ങോട്ട് വരും, എന്താ ഞാൻ എൻ്റെ വിരലിങ്ങനെ മുക്കി, റസൂലുള്ളാഹി മുക്കിയ പോലെ മുക്കി, പ്രാക്ടിക്കൽ ടീച്ചിങ് ആണ്, കാണിച്ചു കൊടുക്കുക. അങ്ങനെ മുക്കിയിട്ട് ഇങ്ങനെ പുറത്തെടുക്കും. ആ പുറത്തെടുക്കുമ്പോ ആ വിരൽ തുമ്പിൽ എത്ര തുള്ളി വെള്ളം ഉണ്ട് നോക്കുക. 1 2 തുള്ളി. റസൂലുള്ളാഹി പറയുന്നു, ഈ 2 തുള്ളി ദുനിയാവ്, ബാക്കിയായത് ആഖിറം. ഏതാണ് നമുക്ക് വേണ്ടത്? ഏതാണ് അധികം, ഏതാണ് കുറച്ച്? ചിന്തിക്കുക. അപ്പൊ അതുകൊണ്ട് ഈ ദുനിയാവ് മനുഷ്യനെ വഞ്ചിച്ചു കളയുന്ന വിഭവമായതുകൊണ്ട് ഇതിന്റെ പിന്നാലെ നമ്മൾ സമയം ചെലവഴിച്ച് ഓടിയാൽ നാളെ ആഖിറത്തിൽ നമുക്ക് കിട്ടാനുള്ളത് നരകമാണ്, സ്വർഗം കിട്ടൂല. മൻ അറാദൽ ആഖിറത സാലഹാ വസയഹാ വഹുവ മുഅ്മിൻ. ആഖിറത്തിലെ വിജയത്തിന് വേണ്ടി അതിൻ്റെതായ പ്രവർത്തനങ്ങൾ ആരെങ്കിലും ചെയ്താൽ അവനാണ് യഥാർത്ഥ മുഅ്മിൻ. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു,
അവന്റെ പരിശ്രമത്തെ അല്ലാഹു ഗംഭീരമായ സ്വീകരണത്തോടുകൂടി സ്വീകരിക്കുന്നതാണ്. അതുകൊണ്ട് യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. സമാധാനം നിറഞ്ഞ ആത്മാവേ. എന്താണ് ഈ ആത്മാവിന്റെ പ്രത്യേകത? തുമഈനത്ത് എന്നാണ് അതിന്റെ അറബി. തുമഈനത്ത്, മുത്മഇൻ എന്ന് പറഞ്ഞാൽ തുമഈനത്ത്. എന്താ തുമഈനത്ത് പറഞ്ഞാൽ? നിർഭയത്വം പൂർണ്ണമായി ലഭിച്ച ആത്മാവ്, ഒരു ഭയവുമില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ സദസ്സിൽ വെച്ചുകൊണ്ട് ഇപ്പൊ മലക്കുൽ മൗത്ത് അലൈഹി ഇസ്ലാം വന്ന് അസ്റായിൽ എന്ന് പറഞ്ഞ് നമ്മൾക്ക് കേട്ടുകേൾവിയുള്ള മലക്കുൽ മൗത്ത് അലൈഹി ഇസ്ലാം ഇപ്പോഴും വന്നിട്ട് എന്റെ അറുവാട് പിടിച്ചു പോയിക്കോട്ടെ, ഞാൻ റെഡിയാണ് എന്ന് ധൈര്യസമയത്ത് എഴുന്നേറ്റ് എന്ന് പറയാൻ പറ്റുന്ന ആർക്കെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ ഇവിടെ? നമുക്ക് കഴിയൂല. എന്റെ കാരണം നമ്മൾ അതിനു വേണ്ടി ഒരുങ്ങിയിട്ടില്ല. നമുക്ക് ഇനിയും ഒരുങ്ങാൻ ഒരുപാടുണ്ട് എന്നാണ് നമ്മളെ മനസ്സുകളോട് പറയുന്നത്. അതിനുള്ള അവസരമാണിത്. മനുഷ്യന്റെ ആയുസ്സിനെ പോലും തോൽപ്പിച്ചു കളയുമാറ് ധാരാളം പുണ്യകർമ്മങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്ന വിശ്വാസിയുടെ വസന്തകാലം, ഭക്തിയുടെ ഉത്സവകാലം എന്നറിയപ്പെടുന്ന പരിശുദ്ധ റമദാൻ, അതിന്റെ നടുവിലത്തെ 10 ഇതാ നമ്മിൽ നിന്ന് വിട പറയാൻ നിർണായകമായ മണിക്കൂറുകളെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഇനിയുള്ള അവസാനത്തെ 10 ഏറ്റവും മൂല്യം നിറഞ്ഞ 10ആണ്. നരകത്തിൽ നിന്ന് പൂർണ്ണമായി അല്ലാഹു രക്ഷപ്പെടുന്ന 10ആണ്. അതുകൊണ്ട് ഈ റമദാനിന്റെ ഓരോ രാപ്പകലുകളും ഗൗരവത്തോടു കൂടി പ്രിയമുള്ളവരെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചൊരു ഹദീസിൽ കാണാം, റമദാനിന്റെ ഓരോ രാത്രിയിലും അല്ലാഹു തആല നരകത്തിൽ നിന്ന് ആളുകളെ മോചിപ്പിച്ചുകൊണ്ടേയിരിക്കും. അത് ആകെ 29 ദിവസമോ അല്ലെങ്കിൽ 30 ദിവസം, മാസം കാണുന്നവരെ ഉണ്ടാവുള്ളൂ. ഒറ്റ മാസത്തെ ഓഫറാണ്. എന്താ ഓഫർ? നരകത്തിന് അള്ളാഹനെ പിടിക്കും, സ്വർഗത്തിന് കണ്ടിടും. അപ്പൊ അല്ലാഹു തആലയുടെ പിടുത്തം എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ 5 വിരലിന്റെ ഉള്ളിലുള്ള പള്ളക്കുള്ളിൽ കുടുങ്ങുന്ന ചെറിയ, നമ്മളൊരു പിടുത്തം പിടിച്ചാൽ എത്ര ഉണ്ടാവും? 250 ഗ്രാം 500 ഗ്രാം അല്ലേ? അള്ളാഹിന്റെ പിടുത്തം എന്ന് പറഞ്ഞാൽ അത്രയാണോ? അല്ല. അള്ളാഹിനെ നിങ്ങൾ കണക്കാക്കേണ്ട രൂപത്തിൽ കണക്കാക്കിയിട്ടില്ല മനുഷ്യരെ. അല്ലാഹു തആല ലോകാവസാനത്തിന്റെ സമയത്ത് അവന്റെ ഒരു കയ്യിൽ മുഴുവനും അള്ളാഹു ഭൂമിയെ കണ്ട് പിടിച്ചു, ഒറ്റ കൈയോട്. ആകാശത്തിലെ മുഴുവൻ പ്രപഞ്ച വസ്തുക്കളെയും ഉൾപ്പെടെ മറുകയിൽ അള്ള പിടിക്കും എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം മൊത്തം അള്ളാഹു തആല 2 കൈപ്പിടിക്കുള്ളിൽ ഒതുങ്ങുന്നവരുണ്ട്. കുട്ടികൾ പന്ത് തട്ടുന്നത് പോലെ റസൂലുള്ളാഹി മെമ്പറിൽ വെച്ച് കാണിച്ചു കൊടുത്തു. അള്ളാഹു തആല ഈ പ്രപഞ്ചത്തെ ഇങ്ങനെ കയ്യിലിട്ട് അമ്മാനമാടും. ഐനൽ മുലൂകൂൻ ഐനൽ ജബ്ബാറൂൻ, എവിടെയുള്ളോ രാജാധികാരമുള്ള താന്തോന്നികൾ, തോന്നിയാസ്യക്കാർ, അഹങ്കാരികൾ. രാജാധികാരം അല്ലെ, അധികാരത്തിൽ അട്ടിപ്പേറിട്ടവരെവിടെ? ഒരു സ്വേച്ഛാധിപതിക്കും മിണ്ടാട്ടില്ല. സകല ആളുകളും മൂക്കിൽ നിന്ന് വിയർപ്പുറ്റി അപമാനിതരായി തലതാഴ്ത്തി പഞ്ചപുച്ഛമടക്കി നിൽക്കുന്ന ആ അള്ളാഹു റമദാന്റെ ഓരോ രാത്രിയിലും അവന്റെ ഒരു കയ്യിൽ പിടിച്ചാൽ സ്വർഗത്തിൽ കിട്ടുകയാണെങ്കിൽ ആ പിടുത്തത്തിൽ എത്ര കോടികളുടെ ലക്ഷങ്ങളുണ്ടാവും പറയാൻ പറ്റൂല. നോമ്പ് 18ആയി. ഈ 17 ദിവസമല്ല പിടിച്ച പിടുത്തത്തില് സഹോദരങ്ങളെ, നമ്മളെ കുട്ടികളോ ഭാര്യമാരോ പെട്ടുകയാണെങ്കിൽ ഒറ്റ ദിവസത്തെ പിടുത്തത്തിൽ പെട്ടാൽ മതി. അൽഹംദുലില്ലാഹ് ഉദ്ഖിലൽ ജന്ന, സ്വർഗത്തിക്കാണ്. പക്ഷെ അത് നമ്മളെ കഴിഞ്ഞ 17 ദിവസത്തെ പിടുത്തത്തിൽ നമ്മൾ പെട്ടിട്ടുണ്ടോ ഇല്ലേ അറിയാൻ നമുക്ക് വഹിയുള്ള റസൂലില്ല. നാളെ ആഖിറത്തിൽ എത്തിയിട്ട് അത് മനസ്സിലാവും. അതുകൊണ്ട് ഇനി ശേഷിക്കുന്ന ബാക്കിയുള്ള ദിനരാത്രങ്ങളെങ്കിലും അള്ളാഹു തആലയുടെ ആ പിടുത്തത്തിൽ പെടാൻ, ആ ഓഫറിൽ ചുളിവിൽ സ്വർഗത്തിൽ കഴിച്ചിലാകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കുക. പക്ഷെ ആദ്യത്തെ 10 ഗംഭീരമായിരിക്കും. നടുവിലത്തെ 10 അങ്ങനെ ഒരു എന്താ പറയുക, ബറാബറായിട്ട് ഇങ്ങനെ ക്ഷീണിച്ചാണ് പോകും. അവസാനത്തെ 10 മുഴുവനും പള്ളി വിട്ട് അങ്ങാടിയിലായി. നമ്മളെ വീട്ടുകാർ മുഴുവനും ഓഫർ മേളകൾ അല്ലേ, പരസ്യ പലകകൾ കണ്ട് ഓടുകയാണ് അങ്ങാടികളിൽ. അങ്ങനെ തഹജ്ജുദ്സ്കാരമില്ല, ഖിയാമുൽ ലൈലില്ല, ദിക്റില്ല, ഖുർആൻ ഖത്തം തീർക്കലില്ല, ഒന്നുമില്ല. ഇശാ ജമാഅത്തിനെ ചിലർക്ക് കിട്ടിയില്ല.
സലാം വീട്ടി നമ്മൾ സുന്നത്ത് സ്കരിക്കാൻ വേണ്ടി ഒരു 10 മിനിറ്റ് എങ്ങാനും വൈകിയാൽ അടുത്ത ഫോൺ വരും. നിങ്ങൾ എവിടെയാണ് തറാവീന്റെ മുന്നേ പോകാറിട്ട് ഞങ്ങളിവിടെ മാറ്റി കാത്തിക്കല്ലേ അറിയും. വരക്കാർ ഈ സാധനം സുന്നത്തസ്കാരം പോലും കിട്ടൂല, ഓടുകയാണോ എന്താ വരക്കാർ കാത്തിക്കാണ്. ഇങ്ങനെ 12 മണി 12 വരെ അങ്ങാടിയിലാണ്. പരലോക ജീവിതത്തിന് വേണ്ടി ജീവിതത്തെ പിന്നെ മുൻകൂട്ടി തയ്യാറാക്കാത്ത ആളുകൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹാസിബു ഖബല അൻ തുഹാസബു. അല്ലാഹ് നിങ്ങളെ വിചാരണ ചെയ്യുന്ന മുമ്പ് നിങ്ങൾ ഒരു വിചാരണ ഇവിടെ ചെയ്തോളി. വസിനു അമാലക്കും ഖബല അൻ തുഹസിനു അലൈക്കും. അല്ലാഹു തആല നിങ്ങളുടെ അമലുകൾ നാളെ ആഖിറത്ത് നോക്കുന്നതിന് മുമ്പ് ഇവിടുന്ന് എന്തോ തൂക്കിക്കോളി. നമുക്ക് പ്രവാസികളായി ജീവിച്ചു വന്നവരാണ്, ഇനിയും തിരിച്ചു പോകാനിരിക്കുന്നവരുണ്ടാവും അല്ലേ? പ്രവാസികളുടെ റൂമിൽ ഇപ്പോഴൊക്കെ കാർഗോലും അതേപോലെ തന്നെ ഒക്കെ ഇവിടെ തന്നെ വലിയ ഷോപ്പിംഗ് മാളുകളിലൊക്കെ ആദായത്തിൽ കിട്ടുന്നതുകൊണ്ട് ആരും അവിടുന്ന് ലഗേജ് കൊണ്ടുവരുന്ന സിസ്റ്റം കുറവാണ്. എന്നാലും ഇപ്പോഴും കൊണ്ടുവരും. പഴയ കാലം പറയാം നമുക്ക്, അതിൽ തർക്ക വ്യത്യാസമല്ലല്ലോ. പണ്ടത്തെ കാലത്ത് പ്രവാസികളുടെ റൂമിൽ തുലാസ് ഉണ്ടാവും അല്ലേ? എന്താ തുലാസ്? കമ്പിന്റെ ചെങ്ങലന്റെ സ്പ്രിംഗ് തുലാസും ഉണ്ടാവും, മറ്റേ ഇലക്ട്രോണിക് തുലാസും ഉണ്ടാവും. അങ്ങനെ ലഗേജ് കെട്ടി സത്രത്തോട് ഒട്ടിച്ച് കയറൊക്കെ കെട്ടിന് മുമ്പ് സത്രത്തോട് ഒട്ടിക്കുന്ന മുമ്പ് എന്ത് ചെയ്യും? ആ തുലാസുമേൽ ഒന്ന് വെച്ച് നോക്കും. മുജീബേ അദ്രമാനെ ഒന്ന് വെച്ച് നോക്കും. 28,800 പ്രാർത്താണ് ധൈര്യമായിട്ട് കഴിച്ചതാവും പോയിക്കോ. എന്ത് എയർപോർട്ടിൽ നമ്മള് ലഗേജ് പ്രതിസന്ധി ആകണ്ട, നമ്മൾ കൊണ്ടുപോകുന്ന സാധനം അവിടെ കൊടുങ്ങണ്ട. കാരണം അത് കിലോ അധികം ഉണ്ടെങ്കിൽ ഒന്നുകിൽ അത് പൊളിച്ചിട്ട് പോലെ അത് വലിച്ചെറിയും. ഇനി അലോട്ട് ഉണ്ടെങ്കിൽ തന്നെ എക്സ്ട്രാ ഡ്യൂട്ടി കെട്ടും വേണ്ടി വരും. ഇത് മുമ്പിൽ കണ്ടുകൊണ്ട് റൂമിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ ലഗേജ് ഒന്ന് തൂക്കി വെക്കുകയാണ് അല്ലേ? ഇതൊക്കെ തൂക്കിയോലല്ലേ നമ്മള്. എന്നാ നമ്മളെ അമൽ സ്വാലിഹാത്തുകൾ ഓരോ ദിവസവും കിടക്കപ്പായിലേക്ക് വെക്കുമ്പോ നമ്മളും തൂക്കി നോക്കിയോ? അമാലക്കും ഖബല അൻ തുഅസ്സിനു അലൈക്കും. നിങ്ങൾ അമലുകൾ തൂക്കണം അള്ളാന്റെ മീസാനിൽ തൂക്കുന്നതിന് മുമ്പ്. അങ്ങനെ തുലാസി നമുക്കുണ്ടോ? സ്വഹാബത്തിനുണ്ടായിരുന്നു. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരച്ചു കൊടുത്ത വര സ്വർഗത്തിന്റെ നരകത്തിന്റെ ആ വിഷയത്തിൽ അവർക്ക് വരച്ചു കൊടുത്ത വര എന്താണ്? ഉൻളുറൂ ഇലാ മൻ ഹുവ ഫൗകകും ഫീ ദീനികും വൻളുറൂ ഇലാ മൻ ഹുവ അസ്ഫല ഫീകും ഫീ ദുനിയാകും. ഈ വരമല അവിടെ നിന്നു സഹാബികള്. ദീനിന്റെ കാര്യത്തിൽ നിങ്ങൾ നിങ്ങളുടെ മുകളിൽ ലെവലിലേക്ക് നോക്കുക. എന്നെക്കാൾ അമൽ ചെയ്യുന്നവനാരാ? ഓനെ മറികടക്കാനുള്ള പരിശ്രമമാണ്. ദുനിയാവിന്റെ കാര്യത്തിലോ എന്നെക്കാൾ താഴെ ലെവലിലേക്ക് നോക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല സമൂഹം മുഴുവനും ജീവിച്ച കാലത്ത് അങ്ങനെ നോക്കി. അതുകൊണ്ട് തന്നെ അവർക്ക് ദുനിയാവിന് പരാതി ഉണ്ടായിട്ടില്ല, അവർക്ക് പ്രാരാബ്ധങ്ങൾ ഉണ്ടായിട്ടും അവർക്ക് പരാതി ഉണ്ടായിട്ടില്ല. ദീനിന്റെ കാര്യത്തിലോ അവർ പരാതി പറഞ്ഞിട്ടുണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട്. ഞങ്ങളെക്കാൾ അമൽ ചെയ്യുന്നവര്, ഞങ്ങളെക്കാൾ സദഖ ചെയ്യുന്നവര്, ഞങ്ങളെക്കാൾ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ വാരിക്കൊടുക്കണോല് നബിയെ ഞങ്ങൾ പൈസ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ എത്താൻ പറ്റണില്ല. ദുനിയാവിന്റെ കാര്യത്തിൽ വല്ല ടെൻഷൻ ഉണ്ടില്ല. എന്നാ ആ നല്ല കാലഘട്ടം കഴിഞ്ഞപ്പോൾ പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മളെ പോലത്തെ പോയത്തക്കാർ വന്നു. ഓലെന്ത് ചെയ്തു? ആ വരാണ് മാറ്റി വരച്ച്. റസൂലിനെ വരച്ച ഈ വരൊന്നും ശരിയാവൂല. എന്ത് അത് നോക്കിയാൽ നടക്കൂല. അതുകൊണ്ട് വരാണ് മാറ്റി വെച്ചപ്പോ എന്തായി? ദീനിന്റെ കാര്യത്തിൽ നമ്മളെക്കാൾ താഴെയിലേക്ക് നോക്കി, ദുനിയാവിന്റെ കാര്യത്തിലോ നമ്മളെക്കാൾ മേലയിലേക്ക് നോക്കി. 3 വക്ത് മാത്രം പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്ന ഒരുത്തനോട് നമ്മൾ ചെന്നിട്ട് സംസാരിച്ചു നോക്കുകയാണ്, സഹോദരാച്ച 3 വക്ത് അതൊരു 5 തേക്ക് എന്നൊരു മട്ടണല്ലോ. മോനെ വർത്താനം തരോ? 3 വക്ത് നിസ്കരിക്കാത്തല്ലേ ഇവിടെ? അല്ല 3 വക്ത് വരാത്തവരില്ലേ? നമ്മൾ ഓലെ പോയി നന്നാക്കി. അപ്പൊ എന്റെ ആശ്വാസം ഞാൻ 3 വക്തിലുണ്ടല്ലോ അല്ലേ? ജുമാക്ക് മാത്രം പള്ളിയിൽ വന്ന് ഇമാമ അടുത്ത ഭാഗത്തേക്ക് സലാം വിട്ടുമ്പോൾ അങ്ങാടിക്ക് ചാടുന്ന ആൾക്കാരുണ്ടാവും. ഓനോട് സഹോദരാജ് ബാക്കി 5 വക്ത് വന്നെങ്കിലല്ലേ അത് റാഹത്താവുള്ളൂ. ഓന്റെ മറുപടി എന്താ? ജുമാക്ക് വരാത്തല്ലേ ഇവിടെ? ഓല നന്നാക്കി. എന്താ ഈ വര മാറ്റി വരച്ചതാ പ്രശ്നം. അതുകൊണ്ട് അത്തരത്തിലുള്ള ദൗർബല്യവാദികളെ അള്ളാഹു തആല നമ്മെ പെടുത്താതിരിക്കട്ടെ. നമ്മുടെ ലക്ഷ്യം സ്വർഗമാണ്, നരകത്തിൽ രക്ഷപ്പെടലാണ്. അതിനുവേണ്ടി വഫീ ദാലിക ഫൽയതനാഫസിൽ മുതനാഫിസൂൻ. മത്സരിക്കുന്നവരെ നിങ്ങൾ മത്സരിക്കേണ്ടത് ആ സ്വർഗത്തിന്റെ വിജയത്തിന് വേണ്ടിയാണ്. അതിന് തൊട്ടു മുമ്പ് അള്ളാഹു തആല പറഞ്ഞ വാക്കെന്താണോ? ഖിതാമുഹു മിസ്ക്. കസ്തൂരിയുടെ സീലുള്ള ശുദ്ധമായ കള്ളിന്റെ കുപ്പി. അല്ലാഹ് പറയാണ് സ്വർഗത്തിലെ കള്ള്, സ്വർഗത്തിൽ കള്ളുണ്ട്, സ്വർഗത്തിൽ പാർക്കുണ്ട്, സ്വർഗത്തിൽ പാലിന്റെ നദിയുണ്ട്, തേനിന്റെ നദിയുണ്ട്, സ്വർഗത്തിൽ ഉന്നതമായ സ്വർണ്ണ കൊട്ടാരങ്ങളുണ്ട്, വെള്ളി കൊണ്ടും ഇഷ്ടിക പിന്നെ സ്വർണം കൊണ്ടും നിർമ്മിച്ച കഴകതുമായ കൊട്ടാരങ്ങളുണ്ട്. അതുകൊണ്ട് അല്ലാഹു തആല അതിനൊക്കെ വർണ്ണന വിശദീകരിച്ചിട്ട് പറയാണെന്ത്? ആ കസ്തൂരിയുടെ സീലുള്ള ശുദ്ധമായ കള്ളിന്റെ കുപ്പിക്ക് വേണ്ടി നിങ്ങൾ മത്സരിക്കുന്ന പറഞ്ഞത്.
ഇവിടെ അതൊക്കെ ഹറാമാണ്. ഇവിടെല്ല മനുഷ്യന്റെ ലിവറും കരളും അതുപോലെ അവന്റെ ആരോഗ്യവും ജീവിതവും സോഷ്യൽ സംവിധാനങ്ങൾ മുഴുവനും നശിപ്പിക്കുന്നതാണ് ഈ പറഞ്ഞ ലഹരി വസ്തുക്കൾ. എന്നാൽ സ്വർഗീയാരാമത്തിലുള്ള കൊടുക്കുന്നത് ഉന്മേഷമുള്ള, ശരീരത്തിന് പ്രോട്ടീനുള്ള, ആനന്ദമുള്ള, സൗന്ദര്യം വർദ്ധിക്കുന്ന പാനീയങ്ങളാണ്. അതിൽ കള്ളുണ്ട്. അതൊക്കെ നമുക്ക് അല്ലാഹു തആല മൂടി വെച്ചിരിക്കുകയാണ്. ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുറത്തി അയ്ൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. നിങ്ങൾ പ്രവർത്തിച്ചിട്ടുള്ള ആ പ്രവർത്തനങ്ങളുടെ ഫലം എന്നല്ല, നിങ്ങൾ ആ പ്രവർത്തിച്ച പ്രവർത്തനത്തിന്റെ ആ ഒരു ബൈ പ്രൊഡക്റ്റായി അതോടൊപ്പം അള്ളാഹുവിന്റെ ഇള കൊണ്ട് നിങ്ങൾക്ക് അള്ള നൽകുന്ന കനക കൗതുകമായ സംരംഭങ്ങൾ അള്ള മൂടി വെച്ചു എന്നാണ്. ജിന്നി എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹിന്റെ ഭൂമിയിലെ സൃഷ്ടിയാണ്. ആ പദം എന്താണ്? നമ്മുടെ പഞ്ചേതങ്ങൾക്ക് കാണാൻ പറ്റാത്തതുകൊണ്ട് അതിനെ ജിന്നി എന്ന് പറഞ്ഞു അല്ലേ? എന്നാൽ ജന്നത്ത് എന്ന് പറഞ്ഞാലോ തോട്ടമെന്ന്. അൽ ജന്ന എന്ന് പറഞ്ഞാലോ കണ്ണുകൊണ്ടോ കാതുകൊണ്ടോ ഹൃദയം കൊണ്ടോ കാണാനോ കേൾക്കാനോ വിഭാവനം ചെയ്യാനോ കഴിയാത്ത ഒരു തോട്ടത്തിന്റെ പേരാണ് അൽ ജന്ന, സ്വർഗം. ഈ സ്വർഗത്തിലേക്ക് വേണ്ടി നമ്മൾ മത്സരിക്കണം സഹോദരങ്ങളെ. സന്ദർഭോചിതമായി പറയാണ്, ഇടയിൽ ആളുകൾ നീറ്റുപോകുന്നുണ്ടെങ്കിൽ പുറത്ത് ബക്കറ്റ് വെച്ചിട്ടുണ്ട്. സ്ത്രീകളുടെ ഭാഗത്തും പുരുഷന്മാരുടെ ഭാഗത്തും ബക്കറ്റ് വെച്ചിട്ടുണ്ട്. മസ്ജിദുൽ ഹക്ക് കൂരിയാണ് ഞാൻ വരുന്ന പ്രദേശം. അവിടെ ഞാൻ പ്രതിദാനം ചെയ്യുന്നൊരു പള്ളിയുണ്ട്. അത് മുത്തന്നൂർ പള്ളി കേസ് പണ്ട് മയ്യത്ത് മറവ് ചെയ്യാൻ നമുക്കൊക്കെ അനുവാദം ഉണ്ടാക്കിയ ഒരു കേസാണ് മുത്തന്നൂർ പള്ളി കേസ്. നമുക്ക് പഴയ ആളുകൾക്കറിയാം. ആ കേസ് ഫതഹായ പോലെ ഒരു സമാനമായ മറ്റൊരു വലിയ സംഭവം നടന്ന പള്ളിയാണ് ഈ കൂരിയാട് മസ്ജിദ്. വലിയ പള്ളിയൊന്നുമല്ല, പക്ഷെ ആ സംഭവം എന്താണെന്നും അതിന്റെ പിന്നാമ്പുറങ്ങളേക്കൊന്നും ഞാൻ പോകുന്നില്ല. അതൊക്കെ സോഷ്യൽ മീഡിയയിൽ എൻ്റെ ചാനൽ ചർച്ചകൾ കേൾക്കുന്ന അല്ലെങ്കിൽ എൻ്റെ യൂട്യൂബ് ക്ലാസ്സുകൾ കേൾക്കുന്ന ആൾക്കറിയാം. അങ്ങനെ വലിയൊരു പ്രതിസന്ധിയിൽ നിന്ന് അള്ളാഹുവിന്റെ തൗഫീഖ് ഇന്ന് കേരളത്തിൽ മുജാഹിദീന്റെ ആശയാദർശങ്ങൾ ഉൾക്കൊള്ളുന്ന, അത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ക്ലാസും പരിപാടികളും തറാവി നമസ്കാരവും കുട്ടികൾക്ക് ഇൻഷാ അല്ലാഹ് നിർത്തിവെച്ച തർബിയ മദ്രസകളൊക്കെ തുടങ്ങാനുള്ള ഒരു മഹത്തായ പള്ളിയാണ്. അത് പരിചരിക്കാൻ ഞങ്ങൾ 1-2 ആൾക്കാരേ ഉള്ളൂ. സാമ്പത്തികമായ ശേഷിയുള്ള ആരുമില്ല. പരിസരത്ത് മുഴുവനും സമസ്തക്കാരും മറ്റുമൊക്കെയാണ്. അതുകൊണ്ട് വരിസയ്ക്ക് തരാനോ പള്ളിയുടെ മറ്റു പരിപാലനങ്ങൾക്കോ ശേഷിയില്ലാത്ത കൊണ്ട് റമദാനിൽ നമ്മുടെ പരിചയമുള്ള പള്ളികളിലൊക്കെ പിരിക്കും. അതുകൊണ്ട് ഈ പള്ളിയുടെ മാർഗത്തിലേക്ക് സ്വർഗം നൽകാൻ നമ്മുടെ വിഷയം ഒരു പക്ഷി അടയിരിക്കുന്ന ആ കൂടിനേക്കാൾ ചെറിയൊരു പള്ളി ഒരാൾ ഉണ്ടാക്കിയാൽ, എന്നാൽ ഒരു പക്ഷി അടയിരിക്കുന്ന കൂട് എന്ന് പറഞ്ഞാൽ ഒരു പ്രാവ് അല്ലെങ്കിൽ ഒരു കാക്കച്ചി, ഒരു കൂരാറ്റ, അതൊക്കെ കൂടുണ്ടാക്കിയാൽ അതിൽ നമുക്ക് സുജൂദ് ചെയ്യാൻ പറ്റും. അതിനേക്കാൾ ചെറിയ പള്ളി ഇതാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ വ്യാഖ്യാനത്തിൽ കാണാം ആ പള്ളിയുമായി നമുക്ക് ബന്ധപ്പെടാൻ കഴിയുന്ന എന്തൊക്കെ സംരംഭങ്ങളുണ്ടോ അതൊക്കെ ഒരു 10 രൂപ കൊടുത്താലും 100 കൊടുത്താലും 500 കൊടുത്താലും അതിലേക്ക് വേണ്ടി എന്ത് കൊടുത്താലും, ഒരു കല്ല് കൊടുത്താലും സിമന്റ് കൊടുത്താലും കാർപ്പറ്റ് കൊടുത്താലും അതെല്ലാം അവിടെ സുജൂദ് ചെയ്യുന്ന ആ പള്ളി അവിടെ നിലനിൽക്കുന്നിടത്തോളം കാലം മലക്കുകളുടെ സദസ്സാണത്, മുഅ്മിനീങ്ങളുടെ സദസ്സാണത്, നന്മക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന പള്ളിയാണത്. ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ അല്ലാഹു തആല ഒരു ഭവനം അവന് വേണ്ടി പണിയുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഈ പള്ളിക്ക് വേണ്ടി നിങ്ങൾ കൊടുക്കണം. റമദാനിൽ ഇഷ്ടം പോലെ പിരിവാണ്. സത്യത്തിൽ ശൈത്താനെ ചങ്ങലയിൽ ബന്ധിക്കും എന്ന് ഹദീസിലുണ്ട്. റമദാൻ വന്നു കഴിഞ്ഞാൽ ശൈത്താനെ ചങ്ങലയിൽ ബന്ധിക്കും. അതുകൊണ്ട് എല്ലാ ആൾക്കാർക്കും നന്നാകാൻ പറ്റും. അതുകൊണ്ടാണ് റമദാൻ മാസത്തിലെ RSPക്കാര് പള്ളിയിൽ നിറയുന്നത്. ഇവിടെ അല്ല കേട്ടോ, പല ഭാഗത്തും. RSPക്കാർ പറഞ്ഞാൽ ഏതാ? നമ്മുടെ ചട്ടിത്തൊപ്പിക്കാരല്ല, മറിച്ച് റമദാൻ സ്പെഷ്യൽ പാർട്ടി. റമദാന് മാത്രം 5 എത്തുണ്ടാവും, സുബീക്കൊക്കെ നേരത്തെ എത്തുവാണ്. പക്ഷെ പെരുന്നാളിന്റെ അമ്പളിക്കര കാണോട് കൂടി ഓമിന്റെ സിനിമാ തിയേറ്ററിലും അങ്ങാടിയിലും പിന്നെ ഓനോന്റെ പഴയ ആ പിടുത്തം വിട്ട ജീവിതക്കാരും. അതാണ് RSP. അല്ലാഹു അങ്ങനെയുള്ള RSPയിൽ നിന്ന് നമ്മുടെ കുടുംബത്തെയും മക്കളൊക്കെ രക്ഷപ്പെടുത്തട്ടെ. അപ്പോ അത് റമദാന്റെ ഒരു ബർക്കത്താണ്. പക്ഷെ നമ്മളെ ആൾക്കാർക്ക് ഒരു പരാതി ഉണ്ട്, റമദാനിൽ ശൈത്താനെ കെട്ടിയിട്ട ആൾക്കാരൊക്കെ നന്നാകുന്നുണ്ട്. പക്ഷെ മൗലവി ഒരു പ്രശ്നം ഉണ്ടാകുന്നത് പിരിവേറെ തുറന്നിട്ടുകള്. ശൈത്താനെ ചങ്ങല കെട്ടി കാര്യമുണ്ട്, മൗലവിമാരെ തുറന്നു വിട്ടിക്കല്ലേ. മൗലവിമാര് തെലങ്കും മെലങ്കും റെസീറ്റ് ആയിട്ട് പോയ അതിനൊക്കെ കൊടുക്കണേ ഞങ്ങളാണ്.
എന്നല്ല പല ആൾക്കാരുടെ അഭിപ്രായമാണ്. അതുകൊണ്ട് തന്നെ ചില പള്ളികളിൽ മൗലവി വന്ന് മൂപ്പരെ കക്ഷത്തിൽ ഒരു ചെറിയ കുഞ്ഞി ബാഗും ഒരു മഞ്ഞ കടലാസൊക്കെ കാണുകയാണെങ്കിൽ അപ്പൊ ചില ആൾക്കാർക്ക് കഫക്കെട്ടാണ് എന്നൊക്കെ പറയും. നമ്മളേക്ക് ആ സാധുവിന് കഫുള്ളതുകൊണ്ട് തുപ്പിയിട്ടിപ്പണ്ട് വരും. അല്ല, വെറുതെ കഫ ഉണ്ടാക്കിയിട്ട് ചെരുപ്പിട്ട് ഒറ്റ മുങ്ങല പോയതല്ല. ചില ആളുകൾ ഇങ്ങനെ തുണിയൊക്കെ കൂട്ടി പിടിച്ചിങ്ങനെ പോകണ്ടായിരിക്കും, മൂത്രമൊക്കെ മുട്ടിയിട്ടേ കാരണം ഷുഗറൊക്കെ ഉള്ളല്ലേ, സാധു മൂത്രം വെച്ചിട്ട് ഇപ്പൊ വരുമോ തീർത്തിട്ട്. അല്ല, ചെരുപ്പിട്ട് ഒറ്റ പോക്ക. ഇങ്ങനെ റസീറ്റിന്റെ മുമ്പിൽ നിന്ന് നമ്മൾ തലങ്ങും മെൽങ്ങും മിന്നിയാൽ പെരുന്നാൾ കഴിഞ്ഞ് നമ്മൾ കണക്കൂട്ടിയാൽ ഈ ഇട്ട ഈത്തപ്പഴത്തിന്റെ കുരുണ്ടാവും. പിന്നെ സ്പൂൺ കൊണ്ട് ചുരണ്ടിയിട്ട് നമ്മൾ വലിച്ചെറിഞ്ഞ ബത്തക്കന്റെ തൊണ്ടും ഉണ്ടാവും. അള്ളാന്റെ മീസാൻ ഇറക്കാനൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് കരൾ പറിച്ചു കൊടുക്കുക. അല്ലാഹു തആല ഒരുക്കി വെച്ച സ്വർഗീയ കമനീയമായ ആ സംരംഭങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ സമ്പത്തിൽ നിന്ന് നിങ്ങൾ ഏറ്റവും മൂല്യമുള്ളത് കൊടുക്കുമെന്നാണ് ആയത്ത്. ഈ ആയത്തിൽ ഇറങ്ങിയപ്പോ അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു മദീനയിലെ നമ്പർ 1 പണക്കാരൻ, മദീന പട്ടണത്തിൽ കണ്ണായ സ്ഥലത്ത് ലക്ഷക്കണക്കിന് രൂപ അനുമതി കാണാകാത്ത ആ ബൈറുവ എന്ന ഈന്തപ്പന തോട്ടം ഈ ആയത്താണ് കേട്ടിട്ട് അള്ളാന്റെ റസൂലിന്റെ പേരിൽ ദീനിന്റെ പേരിലാണ് കൊടുക്കുകയാണ്. സഹാബികൾ അങ്ങനെ സഹാബികൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ രക്തവും മാംസവും മജ്ജയും സമ്പത്തും സന്താനങ്ങളെയും കൊടുത്തവരാണ് അവർ. ഇന്നലെ നമ്മുടെ ചരിത്രം അതായിരുന്നു, ബദർ യുദ്ധ ചരിത്രം. നമ്മുടെ കൗമോ ഈ ദിവസത്തെല്ലാം നല്ല വെയ്ച്ചോറ് വരട്ടിയ പോത്തിറച്ചിയും അടിച്ചിട്ട് മൗലിദും ചൊല്ലി ആ 16 നോമ്പ് ശിർക്ക് ചെയ്ത് ബാത്തിലാക്കിയിട്ട് അങ്ങനെ പോവുകയാണ്. അള്ളാഹു അതിൽ നമ്മളെ രക്ഷപ്പെടുത്തി. ഹിദായത്ത് എന്ന വഴി നമുക്ക് കാണിച്ചു തന്നു. സ്വർഗത്തിന്റെ വഴി തടസ്സമാകുന്ന ഏറ്റവും വലിയ പാപമാണ് ശിർക്ക്. ആ ശിർക്ക് നമ്മൾ ഉണ്ടാകാൻ പാടില്ല. അതേപോലെ തന്നെയുള്ള മറ്റൊരു പാപമാണ് കിബിർ. കിബിർ ഉണ്ടെങ്കിൽ സ്വർഗത്തിന്റെ വഴി കുടുസാവും. ഹൃദയം വിശാലമാകണം. റബ്ബിശ്റഹ്ലി സദ്രി വയസ്സിർ ലി അംരി. ഹൃദയം വിശാലം. മൂസാ അലൈഹിസ് സലാം ദുആ ചെയ്താണ്. സ്വർഗത്തിന്റെ വഴി കുടുസാകുന്ന അസുഖമാണ് ഹൃദയത്തെ ബാധിക്കുന്ന കുഫ്ർ, ശിർക്ക്, റിയാ. അതേപോലെ തന്നെ ദുനിയാവിനോടുള്ള ആർത്തി, അലച്ച, അത്യാഗ്രഹം, അതിമോഹം, അതേപോലെ അഹംഭാവം, അസൂയ, ഉജുബ് ഒന്നും ഉണ്ടാകാൻ പാടില്ല. ഇതൊക്കെ ഹൃദയത്തെ ബാധിക്കുന്ന രോഗമാണ്. ഈ ഹൃദയത്തെ ബാധിക്കുന്ന രോഗം ഏറ്റവും കൂടുതൽ കഴുകി വൃത്തിയാക്കാൻ കഴിയുന്ന ഒരു മാസമാണ് സത്യത്തിൽ സഹോദരങ്ങളെ റമദാൻ. പക്ഷെ നമ്മൾ ആൾക്കാർ റമദാനൊക്കെ ഇറങ്ങുമ്പോൾ നനച്ചുളി എന്നും പറഞ്ഞിട്ട് നമ്മളെ വീട്ടിലെ ജനലും വാതിലും കട്ടിലൊക്കെ തേച്ച് സഹോദരിമാരുമാർ മാറാല തട്ടി പഴയ പാത്രമൊക്കെ എടുത്ത് കൂറക്കാട്ടൊക്കെ കളഞ്ഞ് കേകി വൃത്തിയാക്കി മല്ലിമുളകും മഞ്ഞളും അല്ലെ പച്ചരിയൊക്കെ ഉഷാറാക്കി അതിന്റെ സ്ഥാനത്ത് വെച്ച് നല്ല കാര്യമാണ്. അള്ളാഹു വലിയ കൂലി കൊടുക്കട്ടെ. പക്ഷേ ഹൃദയത്തിൽ കുറെ മാറാലും ഹൃദയത്തിൽ കുറെ കാട്ടൊക്കെ ഉണ്ട്, കൂറക്കാട്ടും പല്ലിക്കാട്ടൊക്കെ ഉണ്ട്. അതേതാ? അത് ഈ പറഞ്ഞ അസുഖമാണ്. അത് എന്തേ ക്ലിയർ ആക്കാതെ ഇറങ്ങിയത് എന്ന് ഓരോരുത്തരും ചിന്തിക്കണം. അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ തഫ്സീർ എഴുതിയപ്പോ അവർ ഹൃദയത്തിന്റെ രോഗങ്ങളെ മാറ്റുന്ന 5 മരുന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. 5 മരുന്ന്. ഈ മരുന്ന് നമ്മൾ കൊണ്ടെടുക്കുക. ഹൃദയത്തിന്റെ രോഗത്തിന് 5 മരുന്ന് നമ്മൾ ഉപയോഗിക്കണം. ഈ രക്തം കെട്ടാകാതിരിക്കാനും സ്ട്രോക്ക് വരാതിരിക്കാനും അതുപോലെ കൊളസ്ട്രോളിനും ഷുഗറിനും പ്രഷറിനും കുടിക്കണമൊക്കെ അക്കങ്ങൾ കുടിച്ചോളി. അതുകൊണ്ടൊന്നും സ്വർഗത്തിന്റെ വഴി എളുപ്പമാവില്ല, നരകത്തിലേക്ക് പോവില്ല. മറിച്ച് ഈ മരുന്ന് നിങ്ങൾ കൊണ്ടുവരുന്നില്ലെങ്കിൽ ഉറപ്പാണ് നരകം കിട്ടും. ഈ മരുന്ന് നമ്മുടെ കയ്യിലുണ്ടെങ്കിലോ ഉറപ്പാ ഇൻഷാ അല്ലാഹ് സ്വർഗം കിട്ടും. ആ 5 മരുന്ന് ഞാൻ പാടട്ടെ. ദവാഉ ഖൽബിൻ ഖംസത്തിൽ ഫതിലാവത്തിൽ തദബ്ബുരിൽ മഗ്നാ വലിൽ ബത്നിൽ ഖലാ وقيام ليل والتضرع بالسهر مجالسة الصالحين الفضلاء. മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു ദവാഉ ഖൽബ്, ഹൃദയത്തിന്റെ രോഗത്തിന് 5 മരുന്ന്. എന്താണത്? തദബ്ബുരി മഗ്നാ. ഒന്നാമത്തെ മരുന്ന് ഖുർആൻ ഓതുക അർത്ഥസഹിതം. അവിടെയാണ് പ്രശ്നം. ഖത്തം തീർക്കാൻ തയ്യാറാണ്. ഇപ്പം ഖത്തം തീർത്ത് 2ാമത്തെ തുടങ്ങിയവരുണ്ടാവും, 2 കഴിഞ്ഞവരുണ്ടാവും, മാഷാ അല്ലാഹ് 3, 4 കഴിഞ്ഞവരൊക്കെ ഉണ്ടാവും. മത്സരിച്ച് ഓതിക്കോളി. ഒരു ഹർക്കത്തിന് കൂലിയാണ്, 30 അല്ല കൂലി. സാധാരണഗതിയിൽ അലിഫ് ലാം മീം എന്ന് പറഞ്ഞാൽ 90 കൂലിയാണ്. എന്നാൽ ഇന്ന് അലിഫ് ലാം മീം എന്ന് പറഞ്ഞാൽ 2100 കൂലിയാണ്. അതാണ് വ്യത്യാസം. ഇരട്ടിന്റെ എത്ര കണക്കൂട്ടാൻ പറ്റില്ല. ഇൻറ്റു 700 ഇഖ്ലാസ് അനുസരിച്ച് 70 മുതൽ 700 വരെ പോകും. എത്രയ്ക്കാരെ പൈൻ്റെ കൂലി. പക്ഷെ അത് മാത്രം പോരാ, മഅന അർത്ഥം അനുസരിച്ച് ഓതണം.
അതാണ് ഹൃദയത്തിന്റെ രോഗം മാറാനുള്ള ഒന്നാമത്തെ മരുന്ന്. 2 വലിൽ ബത്തനിൽ ഖലാ, ഇടക്കിടക്ക് വയറ് കാലിയാക്കുക. നോമ്പിന് നല്ല കാലിയായുണ്ട്, ഈ നോമ്പ് കഴിഞ്ഞാൽ വയറ് കാലിയാക്കാൻ അതിന് മൂലം ഈ പ്രശ്നമല്ല, സുന്നാമയ്ക്ക് കുടിച്ചാൽ പോലെ. സുന്നാമയ്ക്ക് കുടിക്കാനല്ല പറഞ്ഞത്, സുന്നത്ത് നോമ്പ് വിൽക്കുക, അതാണ് ഇടക്ക് വയറ് കാലിയാക്കുക. ഖിയാമുല്ലൈലിന്റെ സമയത്ത് എഴുന്നേൽക്കുക. ഖിയാമുല്ലൈലിന്റെ സമയം എപ്പോഴാന്ന് വെച്ചാൽ പല ആൾക്കാർക്കും റമദാൻ കഴിഞ്ഞ ആ സമയം അറിയില്ല. ഇപ്പൊ അറിയും. എന്താ പെൽച്ചക്ക് ഇങ്ങനെ വേണം. ഞാൻ ഓതി വെച്ച വിശുദ്ധ ഖുർആനിലെ ഈ ആയത്ത് അതേതാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, തതജാഫാ ജുനൂബുഹും അനിൽ മവാജി യദഊന റബ്ബഹും ഖൗഫൻ വതമാ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. ഭയഭക്തിയോടുകൂടി സ്വർഗത്തെ കാംക്ഷിച്ചുകൊണ്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന പേടിയോടുകൂടി അള്ളാഹിന്റെ ലിഖാഹ് പ്രതീക്ഷിച്ചുകൊണ്ട് പെൽച്ച സമയത്ത് എഴുന്നേൽക്കുക. ആ നേരം 30 ദിവസം നമ്മൾ നീക്കും. എന്താ പെരുന്നാൾ കഴിഞ്ഞാൽ പിന്നെ താജൂസ്കരിക്കാൻ പൊന്താത്തത്? എന്താ പൊന്താത്തത്? കിടപ്പറയിൽ തല പൊന്തണം, പാർശ്വഭാഗങ്ങൾ ഉയരണം. മാത്രമല്ല യൻസിലു റബ്ബുനാ തബാറക വ തആല ഇല സമാഇ ദുനിയ ഹീന സുൽസില ലിൽ ആഖിറ. ആഖിറത്തിന്റെ 1/3 രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ അവസാനത്തെ യാമം. രാത്രിക്ക് ഒരു യാത്രയ്ക്ക് 8 യാമാണ്. ആ യാമത്തിൽ 8ാമത്തെ യാമാണ് സുബിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സമയം. അള്ളാഹു 1-ാം ആകാശത്തിൽ ഇറങ്ങി വരുന്ന സമയമാണ്. അവന്റെ മഹത്തായ ഫദ്ല് കൊണ്ട്, റിള കൊണ്ട്, റഹ്മത്ത് കൊണ്ട്, റഹീം കൊണ്ട് അവന് ദുനിയാവിൽ ആഗ്രഹിക്കുന്ന മുറാദുകളൊക്കെ ഹാസിലാക്കി കൊടുക്കും ഉമ്മത്തിന്, മുഅ്മിനീങ്ങൾക്ക്. അതിനുവേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യണം, ദുആ ചെയ്യണം, തസ്ബീഹ് ചെയ്യണം, നിസ്കരിക്കണം. അപ്പൊ 4 കാര്യം എന്തൊക്കെയാണ്? ഒന്ന്, എന്താണ്? ഖുർആൻ അർത്ഥം അനുസരിച്ച് ഓതുക. 2ാമത്തെ ഹൃദയത്തിന്റെ രോഗം മാറ്റാൻ സുന്നത്ത് നോമ്പ് വിൽക്കുക. 3ാമത്തെ എന്താണ്? തഹജ്ജുദ് നിസ്കരിക്കുക. 4 ഇസ്തിഗ്ഫാർ ചെയ്യുക. 5 എന്താ? സ്വാലിഹീങ്ങളുടെ കൂടെ എപ്പോഴും സഹവർത്തിക്കുക. ഇപ്പൊ റമദാനിൽ നമ്മൾ പള്ളിയിലാണ്, അങ്ങാടി കുറവാണ്. നല്ല ആൾക്കാരായിട്ട് മാത്രമാണ് നമ്മളെ ബന്ധം, നല്ലത് മാത്രമാണ് നമ്മളെ ചർച്ച. റമദാൻ കഴിഞ്ഞാലോ പള്ളിയിൽ ആളില്ല, ഇല്ലേ? സുബഹി നമസ്കാരത്തിന് ജമാഅത്ത് 3-4 സഫ് നിൽക്കുന്ന പള്ളി ചൊവ്വാലിന്റെ അമ്പളിക്കള കണ്ടിട്ട് ആ പെരുന്നാളിന്റെ അന്നത്തെ സുബഹി ഒന്ന് നോക്കിയ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കണ്ടേ, എത്ര ആളുണ്ടാവും? 12, 13, 5, 7, 9, 10 വയസ്സുള്ള കുട്ടികളെ കൈ പിടിച്ചുകൊണ്ട് ഫജ്റിന്റെ സമയത്ത് സുബഹിക്ക് വന്ന വാപ്പ, ജ്യേഷ്ഠനെ, സഹോദര, എവിടെ പോയി പെരുന്നാൾ കഴിഞ്ഞിട്ട്? ആ മക്കളൊക്കെ എവിടെ പോയി? പറയാനുള്ള കാര്യം എന്താണോ? കുട്ടികൾക്ക് പരീക്ഷയാണ്, നേരം വൈകി ഉറങ്ങിയതാണ്, കുട്ടികളെ വിളിച്ചോളത്താൻ കഴിയൂല. അല്ലാഹു തആല ചോദിക്കുന്ന ചോദ്യമുണ്ട്. തഹ്രീം 6-ാം അധ്യായം 66-ാം അധ്യായം സൂറത്ത് തഹ്രീം 6-ാമത്തെ ആയത്ത്. ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് രക്ഷിക്കണം. വഖൂദുഹ അന്നാസു വൽ ഹിജാറ. അവിടെ കത്തിക്കപ്പെടുന്ന വിറക് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ പച്ച മാംസമാണ്, ശരീരം ചുട്ടുപഴുപ്പിച്ച കല്ലുമാണ്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്ത് കേട്ടിട്ട് ചെറിയ പ്രായത്തിൽ കരഞ്ഞു പോയിട്ടുണ്ട്. ഫുട്ബോൾ കളി ഇങ്ങനെ നടക്കുന്ന മൈതാനത്തിന്റെ അപ്പുറത്തിരുന്നില്ല കരയണ്, പാടത്തിരുന്നിട്ട്. ഒരാൾ വന്നിട്ട് ചോദിച്ചു, കുട്ടിയെ എന്നോട് കളിക്കാൻ കൂട്ടണില്ല, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ പറയണോ, ഞാൻ ചർച്ച ചെയ്യണോ ചോദിച്ചു. അല്ല, ആ പണ്ഡിതനോട് ഇമാം ഷാഫി എന്ന ചെറിയ കുട്ടി പറഞ്ഞെന്താണോ ഈ ആയത്ത് ആലോചിച്ചിട്ട് കരഞ്ഞതാണ്. അതായത് നമ്മള് ഇപ്പം ഇവിടെ നോമ്പറത്തോളം ഉണ്ടാവുമല്ലോ, പണ്ടാരികൾ ബിരിയാണിയൊക്കെ ഉണ്ടാവും അല്ലേ? കല്ലുമ്മലാണ് ചെമ്പ് കയറ്റി വെച്ചിട്ടുള്ളതെങ്കിൽ, ഗ്യാസ് സ്റ്റവ് അല്ലെങ്കിൽ നിങ്ങളൊന്ന് പോയി നോക്കാം. എന്താ ചെയ്യാറ്? പോലെ ആദ്യം 4 കല്ല് വെച്ച് അതിന്റെ മേലെ ചെമ്പ് വെക്കും. എന്നിട്ട് എന്ത് ചെയ്യും? വലിയ വലിയ മുട്ടി വിറകുകൾ ഇങ്ങനെ ചെയിലിൽ വെക്കും. എന്നിട്ട് ഒരു ചട്ടിയിൽ കുറച്ച് മണ്ണെണ്ണ വെച്ചിട്ട് എന്ത് ചെയ്യും? അതിൽ ഒഴിച്ചിട്ട് ചെറിയ ചീള് ഇങ്ങനെ വെച്ചു കൊടുക്കും. എന്തിനാ? കത്തിക്കാൻ, കൂടുതൽ കത്താൻ വേണ്ടിയിട്ട്. അപ്പൊ കത്തിയാളുടെ നരകാഗ്നിയെ തീ കൂടുതൽ കത്തിക്കാൻ ചെറിയ ചീളാണ് വെക്കുന്നതെങ്കിൽ, ചെറിയ ചീളുകൾ ആരാ? കുട്ടികൾ. വലിയ മനുഷ്യന്മാരൊക്കെ അള്ള കത്തിക്കുമ്പോ ആ നരകത്തിന് തീപ്പന്തം കൂടാൻ ചെറിയ ചെറിയ മക്കളല്ലേ അള്ളാഹു വെക്കുക എന്ന് ആലോചിച്ചിട്ട് കരഞ്ഞതാണ്. ഇങ്ങനെ നരകത്തെ കുറിച്ച് ആർത്ത് കരയാൻ നമുക്ക് തയ്യാറില്ല. നമ്മളെ കുട്ടികള് ഇപ്പൊ ഈ പിന്നെ സഹോദരന്റെ മടിയിൽ കിടന്നുറങ്ങുന്ന ഈ പൈതൽ, ഇതേപോലെ വീട്ടില് രാത്രി പരീക്ഷയ്ക്ക് വേണ്ടി പരീക്ഷ വരികയാണ്, 12 മണി വരെ പഠിച്ചിട്ട് ഉറങ്ങിപ്പോയി ഈ കുട്ടിനെ വിളിച്ചുണർത്താൻ മടി കാണിക്കുന്ന രക്ഷിതാവ് പറയുന്ന എന്തോ സ്നേഹം. എന്താണ്? കുട്ടിയോടുള്ള സ്നേഹമാണ്.
എന്താ ഓൻ ഉറക്ക് സ്വീപ്പായതാണ്, ഓളും ഓനക്കും വേണ്ടി ഉറക്കം വെച്ചിട്ട് സ്വീപ്പായി പോയതാണ് പെണ്ണുങ്ങളെ. അപ്പൊ രണ്ടാളെ സുബഹിക്ക് വിളിക്കൂല, സൂര്യ ഉദിച്ചതിന് ശേഷം നിസ്കരിക്കും. സ്നേഹമാണ്. ഇത് സ്നേഹമല്ല, ക്രൂരതയാണെന്നാണ് എന്റെ അഭിപ്രായം. എന്താ പോലെ അങ്ങനെ പറയാം? ഞാൻ ഉദാഹരണം പറഞ്ഞ നിഷേധിക്കാൻ പറ്റാത്ത ഉദാഹരണം. നിങ്ങൾ വീട്ടില് നേരത്തെ ഉറങ്ങി, രക്ഷിതാവ് നേരത്തെ ഉറങ്ങി, ആ പെരിയിൽ ഉമ്മ കാവലിരുന്നെടുത്ത് കുട്ടി പഠിച്ചു, ഒരു ചിമ്മിനി വിളക്കിന്റെ ചോട്ടിലാന്ന് വിചാരിച്ചോളി. അങ്ങനെ ഉറങ്ങിപ്പോയി, രണ്ടാളും ക്ഷീണിച്ചറിയാതെ കൈ തട്ടി വിളക്ക് വീണു. വിളക്ക് വീണിട്ട് അങ്ങനെ മണ്ണെണ്ണ പറഞ്ഞിട്ടൊക്കെ തീയാണ് പടർന്ന, ബാക്ക് സൈഡിൽ അങ്ങനെ തീയാണ് പൊന്താൻ തുടങ്ങി. പൊന്തി പൊന്തി ആ ഭാഗം ഇങ്ങനെ കത്തി കത്തി പുക ഇയാളെ റൂമിൽ കയറി വന്ന് ഇയാളെ കുരച്ച് നീറ്റ് നോക്കുമ്പോ തന്റെ ഭാര്യയും മകനും ക്ഷീണിച്ചുറങ്ങുകയാണ്. ഒരു ഭാഗത്ത് തീ അങ്ങനെ ഒരു ഭാഗത്ത് കത്തുന്നുണ്ട്. ഇയാള് വാതിൽ തുറന്ന് രക്ഷപ്പെട്ട് കാരണം ഇയാൾ ആലോചിക്കണം എന്താണ്, ഇന്നലെ വൈകി ഉറങ്ങിയതാണ് പഠിച്ചുകാണ്ട്, 36 കാവലിരുന്ന് കൊടുത്താണ്. ഇപ്പൊ ആ ഉറക്ക് സ്വീപ്പാവില്ല പോലെ ഉണർത്തിയാല് ഒരു കുറെ നേരം ക്ഷീണിച്ച് കഴിഞ്ഞ് ഉറങ്ങിയല്ലേ, അപ്പൊ ഞാനിപ്പോ തീയത്തിണ്ടെന്നും പറഞ്ഞാൽ ഓലെ പേരെ ഉണർത്തിയാൽ ഓല ഉറക്കൊക്കെ സ്വീപ്പാവും, അതുകൊണ്ട് ഞാൻ ഓല ഉണർത്തിയില്ല എന്നും പറഞ്ഞ് പിതാവ് പുറത്തേക്ക് ഇറങ്ങി. അവർ കത്തിയാൾ കരിഞ്ഞു, ഇയാൾ കരഞ്ഞു. നാട്ടുകാർ ഒന്ന് ചോദിച്ചു, അല്ല നിങ്ങൾ കഴിച്ചില്ലായിരുന്നു ഇങ്ങനെ? ഞാൻ നീച്ചു. അപ്പൊ ഓല ഉറങ്ങിയായിരുന്നു, വിളിച്ചുകൂടായിരുന്നോ? അല്ല, ഒരു വൈകി ഉറങ്ങിയതാണ്, ഞാൻ സ്നേഹം കൊണ്ട് വിളിച്ചില്ല. ഇത് ക്രൂരതയാണോ അല്ല സ്നേഹമാണോ? ഇതിനെന്താ നിങ്ങൾക്ക് മറുപടി ഉള്ളത്? പറയും. എങ്കിൽ ഇതിനേക്കാൾ അപ്പുറമല്ലേ 69 ഇരട്ടി ചൂടുള്ള നരകാഗ്നി, അതിലേക്ക് പോവുകയാണ് മക്കള്, ഭാര്യമാര്. വിളിക്കുന്നുണ്ടോ? വിളിക്കണില്ല. അസ്കലു സ്വലാത്തു അലൽ മുനാഫിഖീന സ്വലാത്തുൽ ഫജ്ർ വ സ്വലാത്തുൽ ഇശാ. റമദാൻ കഴിഞ്ഞിട്ട് ഓർക്കേണ്ട ഹദീസാണ്, അതന്നെ ഞാൻ പറയാണ്. മുനാഫിക്കിന് ഏറ്റവും ഭാരമുള്ള 2 ജമാഅത്താണ് സുബഹി ജമാഅത്തും ഇശാ ജമാഅത്തും. ലം യഅലമൂന ഫീഹിമാ അതൗഹുമാ വലൗ ഹബവ. ആ നമസ്കാരത്തിന് അള്ളാഹ് കൊടുക്കുന്ന കൂലി എങ്ങാനും അവർ കണ്ടിരുന്നെങ്കിൽ മുട്ടുകാലിൽ എഴഞ്ഞവർ പള്ളിയിലേക്ക് വരും. മൂടാടിന്റെ റോഡിന്റെ അപ്പുറത്തുനിന്ന് മുട്ടുകാല് മുറിഞ്ഞാലും എഴഞ്ഞു പള്ളിക്ക് വരും. ചോദിക്കട്ടെ, റമദാൻ കഴിഞ്ഞാൽ ഇതുപോലെ ഞാൻ വരുമെന്ന് പറയാൻ ഉറപ്പ് പറയാൻ പറ്റുന്ന മക്കള് കുടുംബത്തിലുണ്ടോ? കൊണ്ടുവരാൻ പറ്റുമെന്ന് ഉറപ്പ് പറയാൻ പറ്റുന്ന രക്ഷിതാക്കളുണ്ടോ? ഇല്ലെങ്കിൽ നമ്മൾ നിഫാഖിന്റെ മുനാഫിക്കളുടെ ഗണത്തിലാണ് അള്ളാഹു റസൂൽ പെടുത്തിയത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നരകം സ്വർഗം തന്നെ വിഷയം എനിക്ക് ആയത്തത് എങ്ങനെ പറഞ്ഞു പോയാൽ മതി. നരകത്തിന്റെ ആഴം ഇത്ര, നരകത്തിലെ തീനാളത്തിന്റെ അളവ് ഇത്ര, അതേപോലെ നരകത്തിലെ ശിക്ഷാസാമഗ്രികൾ ഇത്ര, ഭക്ഷണം ഇത്ര, ഒക്കെ നമ്മൾ ഹദീസിലെ ആയത്തിൽ കേൾക്കണം. തസ്കിയത്ത് കലകൾ പറയുമ്പോഴേ നമുക്ക് മാറ്റം ഉണ്ടാവും. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ എത്ര സമയം? 20 നിർത്തണം. അങ്ങനെ ടൈം ഇവിടെ 20 1 മണിക്കൂർ. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജ് യാത്ര കഴിഞ്ഞ് സഹോദരങ്ങളെ കടന്നു വരികയാണ്. പള്ളിയിൽ വെച്ച് ക്ലാസ് എടുക്കുകയാണ്. എന്താ ക്ലാസ്? സ്വർഗത്തിൽ കണ്ട കമനീയമായ സൗകര്യങ്ങൾ. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ സ്വർഗത്തിന്റെ 8 കവാടങ്ങളിലൂടെയും പിടിച്ചു വലിക്കുന്ന ഒരാളെ കണ്ടു. സ്വർഗത്തിന്റെ 8 വാതിലൂടെയും മലക്കുകൾ സ്വർഗത്തേക്ക് വരിയെന്ന് പറഞ്ഞ് പിടിച്ചു വലിക്കുക. നമ്മളെ കൂട്ടത്തിലെ ഒരാളാണ്. വസ്മ അബി ഉമ്മി, അവന്റെ ഉമ്മാനെ വാപ്പാനെ എനിക്കറിയാം. എന്നാൽ നല്ല അറിവുള്ള, ഉറപ്പായിട്ട് എനിക്ക് അറിയുന്ന ഒരാളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞ് എഴുന്നേറ്റാണ് പോയി. സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു ചോദിച്ചു, യാ റസൂലല്ലാഹ്, മുർത്തഫ, വല്ലാത്ത ഭാഗ്യവാനാണ് മനുഷ്യൻ. ആരാ നബി അത് എന്ന് പറഞ്ഞെന്നാളി. അവിടുന്ന് പറഞ്ഞു, അത് അബൂബക്കർ ഇബ്നു അബൂ ഖുഹാഫ. ഇവിടെ മറ്റേ ഭാഗത്തിരിക്കുന്ന വലിയ മനുഷ്യല്ലേ, അതാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു. 8 വാതിലുടെയും മലക്കുകളൊപ്പം വലിക്കുക സ്വർഗത്തേക്ക്. വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി റഅയ്തു ഖസ്റൻ ഫിൽ ജന്ന, സ്വർഗത്തിൽ ഞാൻ ഒരു കൊട്ടാരം കണ്ടു. ആ സ്വർഗത്തിന്റെ കൊട്ടാരത്തിലെ നിർമ്മിതി എന്ന് പറഞ്ഞാൽ സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഇഷ്ടികയാണ്. സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും നിർമ്മിച്ച ഇഷ്ടിക കൊണ്ടുണ്ടാക്കിയ കൊട്ടാരം. അതിനകത്ത് ഒരുക്കി വെച്ച സൗകര്യങ്ങൾ ഇങ്ങനെ പുറത്തുനിന്ന് കണ്ടിട്ട് റസൂലുള്ളാഹി പറയാണ്, വലലൻതു അന്നഹു ലി, അതിന്റെ വീടായിരുന്നെങ്കിൽ ഞാൻ കൊതിച്ചുപോയി. പക്ഷെ ആരുതാന്ന് അറിയില്ലല്ലോ, അതിന്റെ പാറാവുകാരിന്റെ അവിടെ. ഓരോട് ചോദിച്ചു, ഇത് ആർക്കുള്ളതാണ്? അപ്പൊ അവര് പറഞ്ഞു, ഫത്തമിൻ ഖുറൈശ്, അത് നിങ്ങളെ ഖുറൈശി പ്രമാണി, നല്ലൊരു ഖുറൈശി പ്രമാണിക്കുള്ളതാണ്. നമ്മുടെ കൂട്ടത്തിത്തെ നല്ലൊരു ഖുറൈശിക്കുള്ളതാണ്. സഹാബത്ത് ഇങ്ങനെ കേൾക്കണം, ആരായിരിക്കും ആ വ്യക്തി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദാലിക ഉമറുൽ ഖത്താബ്, അബൂബക്കറിന്റെ ഒപ്പരിക്കണേ ഉമർ ഖത്താബിന്റെ വീടാണത്. സുബ്ഹാനല്ലാഹ്. ഖദീജ റളിയല്ലാഹു അൻഹ കൊട്ടാരം കണ്ടു. ബിലാൽ റളിയല്ലാഹു അൻഹു സ്വർഗത്തിന്റെ വരാന്തയിൽ ചെരുപ്പിട്ട് നടക്കുന്ന ശബ്ദം അല്ലാഹു കേൾപ്പിച്ചു കൊടുത്തു. ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ചു, ആരാണ് ആ വരാന്തയിലൂടെ ഉലാത്തനെ? റസൂലുള്ളാഹി പറഞ്ഞു, ബിലാൽ മുഅദ്ദിൻ, നിങ്ങളുടെ കൂട്ടത്തിൽ ബാങ്ക് കൊടുക്കണം മുഅദ്ദിൻ ബിലാലാണ്. റസൂലുള്ളാഹി പള്ളിയിൽ വന്നിട്ട് പറഞ്ഞു, അഫ്ലഹ യാ ബിലാൽ, ബിലാലെ നീ വിജയിച്ചിട്ടുണ്ട്. ഇന്നി സമിഅതു ദഫൻ അലൈക ഫിൽ ജന്ന,
സ്വർഗത്തിനും വരാന്തക്കിടയിൽ ഈ ചെരുപ്പിട്ട് നടക്കുന്ന ശബ്ദം അള്ളാഹ് എന്നെ കേൾപ്പിച്ചു. എന്താണ് എനിക്ക് കാരണം പറഞ്ഞു? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, ഞാൻ ഓരോ വുദൂവിനും 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കാറുണ്ട്. ഓരോ വുദൂവിനും. സുന്നത്ത് നമസ്കാരം എന്ന് പറഞ്ഞാൽ നമുക്ക് ആകെ മനസ്സിലുള്ള കൺസെപ്റ്റ് എന്താ? എടുത്താ കൂലിന്റെ ഉപേക്ഷ കുറ്റല്ല. ഫിഖീന്റെ താഴത്തെ സുന്നത്ത് ഒന്നത്. രണ്ടാമത്തെ തന്നെ എടുക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ ആകെ റവാത്തിബ് എടുക്കുള്ളൂ. അതന്നെ ഏതെടുക്കുള്ളൂ? 10 12 എടുത്താൽ സ്വർഗത്തിൽ വീടുന്ന അത് എടുക്കൂല. നീ ഏറിയാൽ 12 നിൽക്കും. ബാക്കി നവാഫിൽ എവിടെ പോയി? സുനനുകൾ എവിടെ പോയി? രാജകീയമായ സുന്നത്ത് നമസ്കാരങ്ങൾ എവിടെ പോയി? സഹാബത്ത് വർദ്ധിപ്പിച്ചിരുന്നു. മാത്രമല്ല പള്ളിയിലേക്ക് മഹരി നമസ്കാരത്തിനൊക്കെ വന്നു കഴിഞ്ഞാൽ ബാങ്ക് വിളിച്ചിട്ട് പിന്നെ ഒരാൾ വരികയാണെങ്കിൽ ജമാഅത്ത് കഴിഞ്ഞിട്ട് ആൾക്കാർ സുന്നത്ത് നമസ്കരിക്കാൻ തോന്നും. ആ രൂപത്തിൽ ആൾക്കാർ ബാങ്കിന്റെ സുന്നത്ത് നമസ്കാരം വഹിച്ചു. റബീഅത്ത് ബിൻ കഅബ് അൽ-അസ്ലമി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ട് പറഞ്ഞു, നബിയേ അസ്അലുക മുറാഫതക ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ നിങ്ങളുടെ കൂടെ ഒരു സ്ഥാനം എനിക്ക് വേണം. എന്റെ ചോദ്യം അതാണ്. റസൂലുള്ളാഹി ചോദിച്ചു, അതല്ലാത്ത വല്ലവനും വേണോ? അല്ല, അത് തന്നെ മതിയാണ്. എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്അലുക മുറാഫതക ഫിൽ ജന്ന എന്ന ചോദ്യത്തിന് മറുപടി പറഞ്ഞത് എന്താണ്? ഫഅഇന്നി അലാ ദാലിക ബികസ്റത്തി സുജൂദ്, സുന്നത്ത് നമസ്കാരങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട്, സുജൂദ് വർദ്ധിപ്പിക്കാനോ സുന്നത്ത് വർദ്ധിപ്പിക്കാനോ എന്നാ കാര്യത്തിൽ സഹായിക്ക്. എങ്കിൽ അയ്യദു അല്ലാഹലി, അല്ലാഹു റസൂല് സഹാബിക്ക് വേണ്ടി അള്ളാഹിനോട് തേടി. അപ്പൊ ഈ ദറജയിലേക്ക് നമുക്ക് എത്താൻ, കത്തിച്ചൊരുക്ക് നരകത്തെ രക്ഷപ്പെടാൻ ജീവിതത്തിൽ നമ്മൾ വിശുദ്ധി പാലിക്കുക. ഹൃദയത്തെ ബാധിക്കുന്ന എല്ലാ പോരും ഫസാദും ഫിത്തനയും കുത്തിത്തിരിവും ഒക്കെ അവസാനിപ്പിക്കുക. എന്നിട്ട് നല്ലവരുമായി സഹവർത്തിക്കുക, ഈ നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കുക. അങ്ങനെ പരിശുദ്ധമായ റമദാനെ ധന്യമാക്കി അതിനെ നമ്മൾ യാത്രയാക്കുക. ലോകത്തിന്റെ പല ഭാഗത്തും ഇന്നും പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നോമ്പ് തുറക്കുമ്പോൾ നല്ലൊരു ഭക്ഷണമില്ല, പെൽച്ചക്കും നല്ലൊരു ഭക്ഷണമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ കേട്ട ചരിത്രം പോലെ ഇന്നും നമ്മൾ സോമാലിയയിലും ചെച്ചന്യയിലും ഫലസ്തീനിലെ മലമടക്കുകളിലും ഒക്കെ പാവപ്പെട്ട എത്ര മുസ്ലിം സഹോദരന്മാർ മക്കളാണ് അവിടെ ദുരിതം അനുഭവിക്കുന്നത്. നമ്മളൊക്കെ വിഭവസമൃദ്ധമായ ഭക്ഷണ തളികയുടെ മുമ്പിൽ കഴിച്ചിട്ട് അവസാനം ബാക്കിയാകുന്നത് പൂച്ചാക്ക് വരെ മാണ്ടാത്ത അവസ്ഥയാണ്. തെങ്ങും തൊടിക്കിട്ട് നോമ്പർപ്പിച്ചതൊക്കെ കഴിഞ്ഞാൽ അള്ളാഹു തന്നെ നിഅമത്തിനൊക്കെ അള്ളാഹിന്റെ കോടതിയിൽ അള്ളാഹ് ചോദ്യം ചെയ്യും. അതുകൊണ്ട് അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. ഇപ്പോ GCCയിൽ യുദ്ധം നിന്നൊക്കെ പറയല്ലാതെ ഇപ്പോഴും അതിന്റെ ഭീതി തീർന്നിട്ടില്ല. അറബി രാജ്യങ്ങൾ, തൗഹീദുള്ള നാടുകൾ നശിപ്പിക്കലാണ് 2 ഭാഗത്തിന്റെയും ആവശ്യം. ലിബറലിസത്തിന്റെ കുപ്പായമണിഞ്ഞ നിരീശ്വരവാദികളായ സയനിസ്റ്റ് ജൂതനും സയനിസ്റ്റ് ക്രിസ്ത്യാനിയും, ഒരു ഒറിജിനൽ ക്രിസ്ത്യാനിയല്ല. ദജ്ജാൽ വന്ന് ഈസാ അലൈഹി സ്വലാം ഇറങ്ങുമ്പോൾ വിശ്വസിക്കണമല്ല, ഇവര് ലിബറലിസക്കാരാണ്, ഇവർ ലിബറലിസക്കാരാണ്. ഇവരാണ് യഥാർത്ഥത്തിൽ ഈ കേരളത്തിലേക്ക് ഇന്ത്യയിലേക്കൊക്കെ ഇത് കുത്തിവെക്കുന്നത്. അതുകൊണ്ടാണ് 2032 ആകുമ്പോഴേക്കും മുസ്ലിം ഉമ്മത്തിൽ നിന്ന് 30% പെൺകുട്ടികൾ നിരീശ്വരവാദികളാകുമെന്ന് പുതിയ കണക്ക് പറയുന്നുണ്ട്. ചിന്തിച്ചോളി. സൗദി അറേബ്യ എന്ന ബിലാദ് തൗഹീദിന്റെ നാട്ടിൽ 17% നിരീശ്വരവാദികൾ ഇന്നുണ്ട്. എത്ര? 17% നിരീശ്വരവാദികൾ സൗദി അറേബ്യയിലുണ്ട്. ലോകത്ത് മുഴുവനും ഏറ്റവും വലിയ മതം 2045 കഴിയുമ്പോഴേക്കും നിരീശ്വരവാദമായിരിക്കുമെന്നാണ് പഠനം നടത്തിയ പണ്ഡിതന്മാർ പറയുന്നത്. ദജ്ജാൽ വരുമ്പോ ദജ്ജാലിന് വേണ്ടി ഖുതുബ നിർവഹിക്കുന്ന മലയാള മെമ്പർ ഉണ്ടാകുമെന്ന് ഞാൻ ഊഹിക്കുന്നു. അള്ളാഹു അവിടേക്കാണ് പോണത്. ദീന് വേണ്ട ആൾക്കും വലിച്ചെറിയാണ്. അതുകൊണ്ട് ആ കുത്തിയൊഴുക്കിൽ നിന്ന് എതിരെ ഒഴുകാൻ ശക്തിയില്ലെങ്കിലും മാറി നിന്നിട്ട് ഉള്ള ഈമാൻ സംരക്ഷിച്ച് മുന്നോട്ട് പോകാനുള്ള താക്കത്തെങ്കിലും അള്ളാഹു നമുക്ക് തരട്ടെ. അള്ളാഹു നമ്മളെ ഒരുമിച്ച് കൂടുതൽ അള്ളാഹു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപെട്ടു പോയ നമ്മുടെ ബന്ധുമിത്രാദികളുടെ ഖബർ അള്ളാഹു മഅഫറത്തും റഹ്മത്തും അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകൾ അള്ളാഹു പുറത്തുമാറാകട്ടെ. അള്ളാഹു ഹൃദയത്തിന് വിശുദ്ധി നൽകുമാറാകട്ടെ. ഖുർആൻ എന്ന മഹത്തായ ആ ഗ്രന്ഥം അത് ജീവിതത്തിൽ പഠിച്ച് പാലിച്ച് പകർത്തി മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് കൊണ്ടും സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും ഇൽമു കൊണ്ടും അള്ളാഹുവിൻ ഈ ദീനിന്റെ മാർഗത്തിൽ പങ്കാളികളാണ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മിൽ നിന്ന് ഈ ദുർബലമായ, ഈ താക്കത്തില്ലാത്ത നമ്മുടെ ഈ ദിക്റും ദുആകളും ഈ ക്ലാസ്സുകളും തറാവി നമസ്കാരവും ഖത്ം ഖുർആനും ഒക്കെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഭാരമേറിയ കനമേറിയ സദഖയായി അതേപോലെ തന്നെ അമലു സാലിഹാത്തുകളായി നമ്മുടെ മീസാൻ അള്ളാഹു നിറച്ചു നൽകുമാറാകട്ടെ. അള്ളാഹു നഫ്സു തയ്യിബിന് മരണം നമുക്ക് നൽകുമാറാകട്ടെ. നഫ്സുൽ ഖബീസിന്റെ മരണത്തിൽ അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഖബറിൽ സ്വർഗം കണ്ടുകൊണ്ട് കിടക്കുന്ന ഭാഗ്യവാന്മാർ അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. നരകത്തിന്റെ ഭയാനക കണ്ടുകൊണ്ട് കിടക്കുന്നവരിൽ അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഉയർത്തിൽ നാളിൽ നരകത്തിന്റെ
മുകളിൽ പാകിയ മീസാൻ സിറാത്ത് എന്ന പാലത്തിലൂടെ വളരെ വേഗത്തിൽ വഴുതാതെ വീഴാതെ രക്ഷപ്പെടാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതിലേക്ക് വീഴുന്ന ഹതഭാഗ്യവന്മാരിൽ അള്ളാഹു നമ്മൾ പ്രതിക്കുമാറാകട്ടെ. സ്വർഗത്തിന്റെ ഉന്നതമായ പരവതാനിയിൽ ജന്നാത്തുൽ ഫിർദൗസ് റസൂലുള്ളാഹിയുടെ കൂടെ അയൽവക്കക്കാരായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് കുടുംബസമയം തൗഫീഖ് നൽകുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. سبحان ربك رب العزة عما يصفون والسلام على المرسلين والحمد لله رب العالمين. أقول قولي هذا أستغفر الله لي ولكم وجميع المسلمين من كل ذنب واستغفروه إنه غفور رحيم. وصلى الله وسلم تسليما كثيرا. السلام عليكم ورحمة الله وبركاته. ആശ്രയ സൂചിപ്പിച്ച പോലെ മസ്ലക കൂരിയാടിന്റെ പരിപാലനത്തിലേക്ക് വേണ്ടി ഉദാരമായി